സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. തൊഷ്ടാവിന്റെ ആഭിചാര ഹോമകുണ്ടത്തിൽ നിന്ന് ദക്ഷിണ ഭാഗത്തിൽ തെക്ക് ഭാഗത്താണ് ആളുകൾ ഭരിച്ചിരുന്നത്. ഇന്ദ്രശത്രോ വിവർദ്ധസ്വ എന്നായിരുന്നു അദ്ദേഹം മന്ത്രം ചൊല്ലിയത്. അതിനർത്ഥം ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനുള്ള ഒരു ശത്രു ഇതിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് സങ്കല്പമായിരുന്നു അദ്ദേഹം ഹോമം ചെയ്യും. ഈ വേദങ്ങളെല്ലാം സ്വരമാണ്. ആ സ്വയം മാറി ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിന് ഉള്ള ശത്രു ഉണ്ടാവട്ടെ എന്ന സങ്കല്പം സ്വയം മാറിയപ്പോ ഇന്ദ്രന് കൊല്ലാൻ പാകത്തിനുള്ള ശത്രുവായിട്ട് മാറി. അങ്ങനെയാണ് വൃത്രാസുരൻ അതിൽ നിന്ന് ഉദ്ഭവിച്ചത്. വൃത്രാസുരന്റെ ശരീരത്തിന്റെ വലിപ്പം, അദ്ദേഹത്തിന്റെ കണ്ണുകൾ സൂര്യചന്ദ്രന്മാർക്ക് മുകളിലായിരുന്നു. സൂര്യനെ ചന്ദ്രനെ നോക്കുമ്പോൾ ആൾക്കാർക്ക് രണ്ടാമത് വേറെ സൂര്യനെ ചന്ദ്രനും. അതാണ് വൃത്രാസുരന്റെ കണ്ണുകൾ. അത്ര ഭീകര സൂര്യനായി. അവസാനം ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും പാലാഴി തീരത്തിൽ ഒന്ന് സ്തുതിച്ചു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് സാധാരണ ഒരു ആയുധം ആള് എക്സ്ട്രാ ഓർഡിനറിയാണ്, അതുകൊണ്ട് ആയുധവും എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. നാരായണ കവചമന്ത്രം സിദ്ധി വരുത്തിയ ഏതെങ്കിലും മഹാത്മാവിന്റെ നട്ടെല്ല് ഉപയോഗിച്ച് ആയുധം പണിത് അതിലേക്ക് എന്റെ ശക്തി കൂടി ആവിഷ്കരിച്ചാൽ ആയുധം കൊണ്ട് നിങ്ങൾക്ക് വൃത്രാസുരനെ. അങ്ങനെയാണ് അന്ന് നാരായണ കവചമന്ത്രം സിദ്ധി വരുത്തിയ ഒരൊറ്റ ആളുണ്ടായിരുന്നു, ദധീചി എന്നൊരു മഹർഷിയെ. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് നട്ടലിൽ ചോദിച്ചു മേടിച്ചു. ഒരു 10 രൂപ തരുമോ എന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം ചോദിച്ചു, അങ്ങനെ നട്ടലും തരുമോ മഹർഷെ? അതാണ് നാണമില്ലാത്തവർക്ക് എന്ത് ജോലിയും ചെയ്യാം. അവിടെ ദേവേന്ദ്രൻ അത് പറയുന്നു. ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ നാണില്ല. കാരണം ഈ ശരീരം നിലനിർത്താൻ വേണ്ടി എന്ത് കാര്യം നിങ്ങൾ ചോദിക്കും ആരോട്? അങ്ങേ പോലെയുള്ള മഹാത്മാക്കൾക്ക് ഈ ശരീരം വെറും ഒരു ഉപകരണം മാത്രമല്ലേ? ഈ ഉപകരണം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകണമെങ്കിൽ അത് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ദധീചി പറഞ്ഞു, ഞാൻ സമാധിയായി എന്റെ ജീവൻ ഈ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നട്ടലുണ്ടാവൂ. എന്റെ ജീവനോടെ ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞു. സമാധിയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ മൂർധാവിൽ ജീവൻ പോയി ആ മൃതശരീരത്തിൽ വെട്ടി നട്ടലെടുത്ത് വിശ്വകർമാവിന് നടത്തിയിരുന്നു. വിശ്വകർമാവ് ഭഗവാൻ പറഞ്ഞു കൊടുത്ത ഡിസൈനിൽ ആയുധം ഉണ്ടാക്കി അതിലേക്ക് ഭഗവാന്റെ ശക്തി കൂടി ആവിഷ്കരിച്ചപ്പോഴാണ് ആവേശിച്ചപ്പോഴാണ് അതിന് വജ്രായുധം എന്ന പേര് സിദ്ധിച്ചത്. ആ വജ്രായുധം കൊണ്ടാണ് ദേവേന്ദ്രൻ വൃത്താസുരനെ നേരിടാൻ അയാളത്തിന് പുറത്ത് കയറി വരുന്നത്. ഈ വജ്രായുധം ഉണ്ടായിട്ട് കൂടി അദ്ദേഹത്തിന് വൃത്രാസുരനെ പേടിയുണ്ടായിരുന്നു. ബാക്കി അസുരന്മാരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ദേവേന്ദ്രന്റെ ഈ വജ്രായുധത്തിന്റെ പ്രഭാവം കാരണം അസുരന്മാർ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് കൂട്ടുകാരെയൊക്കെ വിളിച്ചു. വൃത്രാസുരൻ, അല്ലയോ നമുജെ പുലോമൻ ശുംഭര മേ ശൃണുത്വം, പേരെടുത്ത് വിളിച്ചു. നിങ്ങൾ ആരും ഓടരുത്, ഞാൻ പറയുന്നത് കേൾക്കൂ. ജനിക്കുമ്പോൾ മരണം ഉറപ്പല്ലേ? ഇതേവരെ ഒരു സൂക്ഷ്മമില്ലാത്ത ഒരു പ്രക്രിയ മരണം എന്നുള്ളതാണ്. ബാക്കി എന്തിനുമുണ്ട്? ഹൃദയം വരെ മാറ്റി വയ്ക്കും നമ്മള്, തലച്ചോറ് വേണമെങ്കിൽ മാറ്റി വെച്ചു വരാം. പക്ഷെ മരണത്തെ മാറ്റി വയ്ക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വിചാരിക്കുന്നുണ്ടോ? 2 തരത്തിലാണ് മരണം, ശ്രേഷ്ഠമായിട്ടുള്ള മരണം. ഒന്ന്, ശത്രുക്കളുടെ കൈകൊണ്ട് യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുക. 2, ഭഗവത് സ്മൃതിയിൽ സമാധിയിൽ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ സാധിക്കുക. യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനായി ഓടണമെന്ന് ഭീരുക്കളെ പോലെ എന്ന് ചോദിച്ചതൊന്നും അവർ കേട്ടില്ല. അവരോട് രക്ഷപ്പെട്ടു. അങ്ങനെയാണ് വൃത്രാസുരന്റെ വെല്ലുവിളി ഏറ്റെടുത്തത് ദേവേന്ദ്രൻ. വജ്രായുധയുടെ മുമ്പിലേക്ക് പോകുന്ന സമയത്ത് വൃത്രാസുരൻ കുറെ ചീത്ത പറഞ്ഞു ദേവേന്ദ്രന്. എന്റെ ശൂലം കൊണ്ട് നിന്റെ ഹൃദയം ഞാൻ ഇന്ന് കുത്തിപ്പിളർക്കും. അസത്തായിട്ടുള്ളവനെ എന്നൊക്കെയാ വിളിക്കുന്നത്. ശ്രീ ദയാ കീർത്തിഭിരുചിതം ത്വാ, നാണമില്ലാത്തവൻ, നല്ല പേരില്ലാത്തവൻ, ദയയില്ലാത്തവൻ,
അതുപോലെ യശസ്സില്ലാത്തവൻ. ഇതൊക്കെയാണ് നിന്റെ പ്രത്യേകത. സ്വകർമ്മണ പുരുഷാദേശ ഗരിഹ്യം. നിന്റെ കർമ്മം നോക്കി കഴിഞ്ഞാൽ പച്ച മാംസം തിന്നുന്ന രാക്ഷസന്മാര് പോലും മൂക്കത്ത് വരൽ വയ്ക്കും. അവർക്ക് നിന്നേക്കാൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് ഇന്ന് നിന്റെ മാരണം ഞാൻ ഈ ശൂലം കൊണ്ട് കുത്തിപ്പിളർന്ന് എന്റെ ജ്യേഷ്ഠന് ഞാൻ തർപ്പണം ചെയ്യും. കമോൺ, ആരൊക്കെ ഒരു രക്ഷപ്പെടാനും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്റെ ശൂലത്തിന് മുമ്പിൽ നിന്ന് നീയും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് വെല്ലുവിളിച്ചു. അതിനിടയ്ക്ക് ഹര എന്ന ശബ്ദം വൃത്രാസുരന്റെ മുഖത്തു നിന്ന് അറിയാതെ വീണു. ഹരി എന്നത് പര്യായം വാസ്തവത്തിൽ ഇന്ദ്രനെ വിളിച്ചതാണ് വൃത്രാസുരൻ. പക്ഷെ ഹരി എന്ന് പറഞ്ഞാൽ കണ്ടുകളിൽ തീപ്പതി പറയുന്ന വൃത്രാസുരന്റെ കണ്ണിൽ നിന്ന് ആനന്ദാശുക്കൾ വിടാൻ തുടങ്ങി. മുഷ്ടിയിലൂട്ടി ആകാശത്തിടിച്ച് മുദ്രാവാക്യം വിളിച്ചിരുന്ന വൃത്രാസുരൻ ഇതാ ഇപ്പോൾ കൈകൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് സ്വർഗത്തിന്റെ ആധിപത്യം വേണ്ട, അസുരന്മാരുടെ ലോകമായിട്ടുള്ള രസാതനത്തിന്റെ ആധിപത്യം വേണ്ട, എനിക്ക് ഒരു യോഗസിദ്ധികളും വേണ്ട, മോക്ഷം പോലും എനിക്ക് വേണ്ട. പക്ഷെ ഒരു നിമിഷം പോലും അവിടുത്തെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. ഇന്ദ്രനാകും കൂടി അന്തം വിട്ടു. 2 സെക്കൻഡ് മുമ്പ് വരെ തന്നെ അസ്ത്യം പറഞ്ഞിരുന്ന ഈ വൃത്രാസുരൻ ഇപ്പോൾ ഇതാ ഒരു സ്തുതി ചെയ്യുന്നു. പക്ഷി കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷിയെ കാത്തിരിക്കുന്നത് പോലെ, പശുക്കുട്ടികൾ തള്ളപ്പശുവിന്റെ പാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രിയതമനെ കാത്തിരിക്കുന്ന പതിവ്രതയായ ഭാര്യയുടെ അവസ്ഥ പോലെയാണ് എന്റെ അവസ്ഥ. എപ്പോഴാണ് എനിക്ക് അവരുടെ ഭാഗത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക എന്ന ആ ഒരു കൊതിയോടെ ഞാനിവിടെ കാത്തിരിക്കുകയാണ് ഭഗവാൻ. ഇനി എത്ര ജന്മങ്ങൾ വേണമെങ്കിലും എനിക്ക് തന്നോളൂ, വിനോദരെ. പക്ഷെ ഓരോ ജന്മത്തിലും കുട്ടികൾ, ഭാര്യ, വീട്, ബന്ധുക്കളെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് വട്ടം കാണുന്നാതെ അവിടുത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു ജന്മം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു. ദേവേന്ദ്രൻ അത്ഭുതം. ദേവേന്ദ്രൻ പറഞ്ഞു, അരെ വൃത്രാസുര, യു ആർ ഗ്രേറ്റ്. കാരണം സപ്താഹത്തിൽ വന്നാൽ തന്നെ ആളുകൾക്ക് നാമം ചോദിക്കാൻ പറ്റുന്നില്ല. യുദ്ധക്കളത്തിൽ എന്നെ കൊല്ലാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന നീ ഏതോ ഒരു മാറ്റത്തിന്റെ പേരിൽ ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുന്നില്ലേ? ഇതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോഴാണ് എന്നെ പകർത്താനാണോ അതിന്റെ ഒരു വജ്രായുധം? എന്നെ കൊല്ലണം. എന്നെ ഒരുപക്ഷെ യുദ്ധത്തിൽ കൊല്ലമായിരിക്കും. പക്ഷെ യുദ്ധത്തിൽ തോൽക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പരാജയപ്പെടാൻ പോകുന്നത് നീ തന്നെയാണ്. കാരണം ഞാൻ ഭഗവാന്റെ അടുത്ത് കേട്ടു, നീ എന്നെ കൊന്നതിന് ശേഷം വീണ്ടും ആ കസ്റ്റഡി കയറി എന്നിട്ട് അമൃത്, അപ്സരസ്, ഉർവശി, മേനക എന്നും പറഞ്ഞ് ഈ ഭോഗസുഖങ്ങളിൽ രമിച്ചിരിക്കും. നീ ആകെ കൂടി വട്ടം കറങ്ങി ഇല്ലാതെയാവും. എന്നാൽ ഞാൻ നീ കൊന്നാലും ശരി, എന്റെ ഈ ജീവൻ ഭഗവാനിലേക്ക് എത്തിച്ചേരും. സോ കം ഓൺ. അനവധി യുഗങ്ങളെ കൊണ്ടാണ് വൃത്രാസുരന്റെ കരുത്ത് അറുത്തത് ദേവേന്ദ്രൻ. ചോദിച്ചു, സാധാരണ രജസ്തമസ്വഭാവസ്യ ബ്രഹ്മൻ വൃത്രസ്യ പാത്മന മഹാപാപിയായ താമസ സ്വഭാവക്കാരനായിട്ടുള്ള വൃത്രാസുരൻ എങ്ങനെ ഇത്ര ദൃഢമായ ഭക്തി, ഇത്ര സ്ട്രിക്റ്റായ, ഇത്ര ഡീപ്പായ ഭക്തി ഭഗവാനിൽ ഉണ്ടായി? കാരണം ദേവാനാം ശുദ്ധസത്വാനാം ഋഷീണാം ച അമലാത്മനാം ഭക്തിം മുകുന്ദചരണേ ന പ്രായേണോ ഭജനായ. ആക്ച്വലി സാധാരണ എനിക്ക് ഇങ്ങനെയുള്ള ഭക്തി എത്ര വലിയ ശുദ്ധാത്മാക്കളായാലും സിദ്ധിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സത്സംഗവേദിയിലാണ് നമ്മളിരിക്കണം. ഞാനിവിടെ ഒരു 16 ഹരിരാമ ജപിച്ചു. 16 ആൾക്കാർ ഇതിൽ ഹരിരാമ എന്റെ കൂടെ ജപിച്ചിട്ടില്ല. കാരണം ഇറ്റ്സ് നോട്ട് ഈസി ആസ് വി ആർ ടോക്കിംഗ്. നമ്മൾ പറയുന്നത് പോലെ എളുപ്പമല്ല ഇതിങ്ങനെ പ്രവർത്തിക്കാൻ, നാമം ജപിക്കാനേ. നമ്മൾ പറയാറുള്ളൂ അത് നാമത്തെ ആർക്കും ജപിക്കാൻ പറ്റുന്നു. അതിന്റെ പരീക്ഷത്തിൽ ചോദിച്ചു, ശത്രുവിനെ വിളിച്ചതിന്റെ പേരിൽ ഭഗവത് സ്മൃതി ഉണ്ടാവണമെങ്കിൽ ഒരു ഗുണജന്മ വാസന ഈ വൃത്രാസുരൻ ഇല്ലാതിരിക്കില്ല. ആരായിരുന്നു അദ്ദേഹം എന്ന് ചോദിക്കുമ്പോഴാണ് ചിത്രകേതുവിന്റെ രാജാവിനെ പറ്റി പറയുന്നത്. 1 കോടി വിവാഹം ചെയ്ത അദ്ദേഹം ജന്മം, ഐശ്വര്യം, രൂപം, വിദ്യ, ധനം, അധികാരം, ഇതൊക്കെയാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും അധികം എന്താ പറയാ അഹങ്കാരം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ തൃപ്തി തരുന്നത്. നല്ല കുലത്തിൽ ജനിക്കുക, നല്ല ഐശ്വര്യം ഉണ്ടാവുക, നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുക, നല്ല സമ്പത്ത് ഉണ്ടാവുക, ഇതൊക്കെ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി ആളുകൾക്ക് ഒരു തൃപ്തി ഉണ്ടാവും. പക്ഷെ
ഈ ചിത്രകേതു ഇതെല്ലാം ഉണ്ടായിരുന്നു. രാജകുലത്തിൽ ജനിച്ചു, നല്ല സുന്ദരൻ, നല്ല ഐശ്വര്യമുള്ളവൻ, നല്ല വിദ്യാഭ്യാസമുള്ളവൻ, നല്ല അധികാരമുള്ളവൻ, നല്ല ധനാഢ്യത. പക്ഷേ അദ്ദേഹത്തിന് ഇല്ലാത്തതിനെ കുറിച്ചായിരുന്നു ഓർമ്മ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം? കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള വിഷയം. അങ്കിരസ് എന്ന മഹർഷി വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടികൾ എന്നുള്ളത് ഗോഡ് ഗിഫ്റ്റാണ്. കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് ഈശ്വരൻ തരുന്ന ഒരു അനുഗ്രഹമാണ്. അങ്ങേക്ക് ഈശ്വരൻ എന്ന് വിധിച്ചിട്ടില്ല എന്ന് ചിന്തിച്ചാൽ കാര്യങ്ങൾ വെറുതെ ഈശ്വരനെ കൊണ്ട് പ്രസവിച്ച് വെറുതെ കുട്ടികളെ ഉണ്ടാക്കിയിട്ട് അവസാനം ദശരഥ മഹാരാജാവിനെ പോലെ പുത്രദുഃഖങ്ങൾ തന്നെ മരിക്കേണ്ടി വന്നാൽ അത് വിഷമമില്ല മഹാരാജാവ്. അദ്ദേഹം പറഞ്ഞു, എന്റെ കാലത്തിന് ശേഷം ഈ രാജ്യം ഭരിക്കാൻ ഒരാൾ വേണം, അങ്ങനെ ഉപേക്ഷിക്കരുത്. നിങ്ങളെ പോലെയുള്ള മഹാത്മാക്കൾ എന്തിനും ശേഷിയുള്ളവരല്ലേ. പുത്രകാമേഷ്ടി യാഗം നടത്തി, പായസം കിട്ടി. ആ യാഗത്തിൽ നിന്ന് പായസം ഭാര്യയ്ക്ക് കൊടുത്തോളാൻ പറഞ്ഞു. യാഗത്തിൽ നിന്നുണ്ടായ പുരുഷൻ ഭാര്യ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഭാര്യമാരെ കണ്ടാൽ തന്നെ അറിയാത്ത പരീക്ഷണം. അത്രയധികം ഭാര്യമാരുണ്ട്. ഇതിൽ ഏത് ഭാര്യയ്ക്ക് കൊടുക്കും ഈ പായസം? ജ്യേഷ്ഠ ശ്രേഷ്ഠ എന്ന് പ്രമാണം. കാരണം സീനിയർ മോസ്റ്റ്, തന്നെ ഏറ്റവും അധികം സഹിച്ച ഭാര്യ. അവർക്കന്ന് 65 വയസ്സ്. കൃതദ്യുതി എന്നാണ് പേര്. അവർക്ക് ഈ പായസം കൊടുത്തു. വിശ്വാസം അതല്ലേ എല്ലാം. യഥാകാലം ഗർഭവതിയായി. നാട്ടുകാർക്കൊക്കെ സന്തോഷമായി. അതുവരെ മന്ത്രവാദത്തെ എതിർത്തിരുന്ന ആൾക്കാർ ഇപ്പോ മന്ത്രവാദം ചെയ്യാൻ പോയി. മന്ത്രവാദത്തൊക്കെ തട്ടിപ്പാന്നും പറഞ്ഞാണ് നടന്നിരുന്ന ആൾക്കാർ. ചിത്രകേതു മഹാരാജാവിന്റെ യാഗം കഴിഞ്ഞപ്പോ യാഗം ചെയ്യാൻ വില കഴിയുമ്പോൾ ആലോചിച്ചാണ് തുടങ്ങി. കാരണം അദ്ദേഹത്തിന് യഥാകാലം പുത്രനുണ്ടായി. അവിടെ അങ്കിരസ് പറഞ്ഞിരുന്നു, അങ്ങേക്ക് സന്തോഷം തരും ദുഃഖവും തരും ഈ കുട്ടി എന്ന്. പുത്രൻ ഉണ്ടായ പ്രമാണിച്ച് ധാരാളം അന്നദാനം വസ്ത്രദാനം ഒക്കെ ചെയ്തു മഹാരാജാവ്. നാട്ടുകാർക്ക് സന്തോഷമായി. കാരണം നല്ല ഭരണാധികാരിയാണ് ചിത്രകേതു. അദ്ദേഹത്തിന് കുട്ടികളില്ല എന്നുള്ളത് നാട്ടുകാർക്ക് വിഷമമായി. ഇപ്പൊ അദ്ദേഹത്തിന്റെ പുത്രനുണ്ടായ നാട്ടുകാർ സ്വയം ആഘോഷിച്ചു. ആ ആഘോഷം കുറച്ച് കാലം കഴിയുമ്പോ ബാക്കിയുള്ള ഭക്തിമാര് കൃത്യങ്ങൾക്ക് പറഞ്ഞാൽ 99,99,999 ആൾക്കാർ അവരെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് കൂടി, പൊതുസമ്മേളനം ആൾക്കാരും. അവര് പറഞ്ഞു, നമ്മളെ മഹാരാജാവ് മൈൻഡ് ചെയ്യുന്നില്ല, ഇനി ഇതിനെന്താ വഴി? മഹാരാജാവിനെ അപ്പൊ അവര് ഒരാൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ അമ്മമാരായാൽ മതി. അപ്പോ അത് നടക്കും. അത് നടക്കില്ല എന്ന് പറഞ്ഞു വേറൊരു. നമ്മളൊക്കെ അമ്മമാരാണ്. അതിലും നല്ലത് കൃതദ്യുതി അമ്മയായിരുന്നു കുഴപ്പം. അവൻ അമ്മ അല്ലാതെ ഒരു കുട്ടി അമ്മയെ നിൽക്കുമ്പോഴല്ലേ ഒരു സ്ത്രീ അമ്മയാണത്. ആ കുട്ടിയെ വീട്ടിലേക്ക് മതി. അത് കഴിഞ്ഞു. അതെല്ലാവരും കൂടി കയ്യഞ്ച് പാസാക്കി കുട്ടിയെ കൊല്ലാൻ തീരുമാനമായി. ആ ധാത്രയെ കൂട്ടിപ്പിടിച്ചു. ആയ എന്ന് പറയാൻ കുട്ടിയെ നോക്കുന്ന ആള്. ആ കുട്ടിയെ നോക്കുന്ന സ്ത്രീയെ കൂട്ടിപ്പിടിച്ച് അവർക്ക് കുറച്ച് കാശൊക്കെ കൊണ്ട് ഈ കുട്ടി കഴിക്കുന്ന പാലിൽ കുറച്ച് വിഷം കലർത്തി കുടിക്കാൻ പറ്റും. സിമ്പിൾ ടാസ്ക്. അവർ പറഞ്ഞു, ഇതൊരു വിഷയമില്ലാന്ന്. ഈ പത്നിമാർക്ക് സംസാരിക്കുമ്പോൾ പേടിണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അടയാളം ഉണ്ടായാൽ CBI അന്വേഷണം വന്നാൽ നമ്മൾ പെടും. കരുത്ത് ധരിച്ചു വന്നു കഴിഞ്ഞാൽ കയ്യിലെ പാടുണ്ടാവും. ഇനി എന്താ പറയാ, കെട്ടിയാൽ കയറുന്ന പാടുണ്ടാവും. ഇങ്ങനെ പലതരത്തിൽ കൊല്ലാക്കൊല ചെയ്യാൻ അവർക്ക് നല്ല എക്സ്പെർട്ടീസ് ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് അവർ തീരുമാനിച്ചു, ആ ആയ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഒരടയാളം ഇല്ലാത്ത സാധനം ഞാൻ ആ കുടിക്കുന്ന പാലിൽ ലേശം അളവ് കൂട്ടും വിഷത്തിന്റെ, അണ്ണ കൊടുക്കും, കഴിയോളും. പറഞ്ഞ പോലെ കഴിഞ്ഞു. കൃതജ്ഞത കേട്ട് മോശം പോയി. ചിത്രകേതു മഹാരാജാവ് ഒരു ഭർത്തനെ പോലെ കിടന്ന് നിലത്ത് കിടന്ന് കരയാൻ തുടങ്ങി. ബാക്കി 99,99,999 ആൾക്കാരിൽ മാറത്തടിച്ച് വിളിക്കാൻ തുടങ്ങി. എന്റെ കുട്ടി പോയെന്ന്. ഒരു സ്ത്രീ മാറത്തടിച്ച് വിളിച്ചാൽ മതി, പ്രളയം പൊട്ടി വിടാം. ഇവിടെ ഒരു സ്ത്രീ കരഞ്ഞാൽ മതി. ഈ കണക്കിൽ ഇത്രയധികം സ്ത്രീകള് കൂട്ടക്കരച്ചിൽ കരഞ്ഞാൽ എങ്ങനെയിരിക്കും? ദേവലോകത്തേക്ക് കേട്ടു ഇത്ര കരച്ചില്. അവസാനം അങ്കിരസ് സാധനോട് കൂടി വന്നു ഈ കരച്ചിൽ കേൾക്കാൻ. നാട്ടുകാർക്കൊക്കെ ശരിയായി ഈ കരച്ചില്. അത്രയ്ക്ക് ആൾക്കാരുടെ കരഞ്ഞത്. ആദ്യം ചോദിച്ചു, എന്താ മഹാരാജാവ്
പെണ്ണുങ്ങൾ കരയണം, ഒരു അങ്ങ് കരഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അവസ്ഥ ഉണ്ടായിരിക്കും. അതിന് വാറ്റുണ്ടായവൻ മരിച്ചുപോയില്ലേ? ഇയാൾ ജീവിച്ചാൽ അങ്ങേക്ക് സന്തോഷമാകുമോ? അങ്ങ് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യങ്ങൾ അതാണെന്ന് ഞാൻ പറയും. അങ്ങനെയാണ് ആൾക്കാരെ മാറ്റി, അത് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു മൃതശരീരത്തിന്റെ ചുറ്റും. അവിടെയൊക്കെ മാറ്റി മുട്ടുകുത്തിയിരുന്നു. ആ കല്ലിൽ ഇങ്ങനെ തട്ടി മൃതശരീരത്തിന്റെ ജീവാത്മൻ പശ്യ ഭദ്രം തേ, ജീവാത്മാവെ നീ നോക്ക്, നിനക്ക് നല്ലത് വരട്ടെ. ജീവാത്മാവെന്നാ വിളിച്ചത്, അല്ലാണ്ട് കുമാര എന്നല്ല വിളിച്ചത്. പിതരം മാതരം ചതേ, നോക്ക് നിന്റെ അച്ഛനമ്മയും കൊണ്ട് സുഹൃതോ ബാന്ധവാഹ, നിന്റെ സുഹൃത്തുക്കളെ കണ്ടോ, നിന്റെ ബന്ധുക്കളെ കണ്ടോ, അതിനാണ് വിശ്വസിക്കണം. എന്താ അതിന്റെ വിശ്വസിക്കുന്ന കാരണം? നീ ഒറ്റ ആള് കാരണം ഇതൊക്കെ കരുതുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഇത്രയൊക്കെ ആൾക്കാരെ പോകാൻ ശരിയാമോ? അതുകൊണ്ട് ഇതിനൊക്കെ സന്തോഷിപ്പിക്കും, ഈ അച്ഛന്മാരെ സന്തോഷിപ്പിക്കും. ഇനി വളർന്ന് വലുതായി വിദ്യാഭ്യാസം കഴിഞ്ഞ് വിവാഹം ചെയ്ത് അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ ആ അധികാരത്തോടെ കൈയടക്കിയിട്ട് വേണ്ട ഇനി മരിച്ചു പോകാൻ. ഇങ്ങനെ മരിച്ചു പോവാ. എനിക്ക് ആ ശരീരം ഉറക്കത്തുനിന്ന് എന്ന പോലെ ഇങ്ങനെ ചുറ്റും നോക്കി. ആ കുമാരൻ ചിത്രകേന്ദ്രം ഉറക്കുന്ന ദിവസമായി യുവർ ഡാഡ് ഹിയർ എന്ന് നോക്കാൻ പറഞ്ഞു. ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഡാഡും ഇല്ല, ഒന്നുമില്ല. ഉണ്ണി വിചാരിച്ചത് who is this man എന്നാണ്. ഇത് ഈ പ്രാന്തൻ, കാരണം മുടിയൊക്കെ കഴിച്ചിട്ട് കഴിയുന്നില്ലേ. അങ്ങ് നാടിന് മാത്രമേ മനസ്സിലായൂ. നാടിന് ചോദിച്ചു ജീവാത്മാവ്, അല്ല മഹർഷേ, അങ്ങ് പറഞ്ഞു എന്റെ അച്ഛനമ്മയും ഇവിടെ ഇവിടെ ഉണ്ട്, എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉള്ളവരൊക്കെ കരയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാരണം എത്ര ഏത് ജന്മത്തിന്റെ അച്ഛനമ്മയാണ് മനസ്സിലാവില്ല. ഇതിൽ ഏത് ജന്മത്തിലെ അച്ഛനമ്മമാരെ ഞാൻ സാന്ത്വനിപ്പിക്കേണ്ടത്? കാരണം എല്ലാ ജന്മത്തിലും എനിക്ക് അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു. ഇതിൽ ഏത് ജന്മത്തിലെ അച്ഛനെയാവില്ല മനസ്സിലാവുന്നത്. ഇനി ഇതിലേതിലാണ് ഞാൻ സാന്ത്വനിപ്പിക്കുന്നത്? ഏതാ അച്ഛനമ്മമാരെ ഞാൻ സാന്ത്വനിപ്പിക്കുന്നത്? ഈ ശരീരം ഇത് എനിക്ക് കിട്ടിയ ഒരു വാഹനം മാത്രമാണ്. വാഹനം കേടായി ഞാൻ അതിനെ ഉപേക്ഷിക്കുന്നു. അതിനോടും എത്ര ശരീരങ്ങളിൽ ഞാൻ കയറിയിരുന്നു. അതുകൊണ്ട് എന്നെ ഇനി വീണ്ടും ഈ പ്രാരബ്ധത്തിലേക്ക് വലിച്ചഴക്കരുത് എന്ന് തൊഴുത് ആ ശരീരം കെട്ടിമറന്ന് വീണു. ഇത് കണ്ടു. നമുക്ക് ചില കാര്യങ്ങള് കണ്ടാലേ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം അനുഭവിച്ചാൽ നമ്മൾ അത്ര സീരിയസ് എടുക്കില്ല. നമ്മുടെ കൺമുന്നിൽ അത് സംഭവിച്ചാൽ അപ്പൊ നമ്മൾ അതിന് ഗൗരവമായിട്ട് ഇവിടെ ചിത്രകേതുവിന് മനസ്സിലായി ഇത് സംഗതി എന്റെ മകൻ അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല എന്ന് മനസ്സിലായി. നാരദന്റെ ശിഷ്യനായി 7 ദിവസം കൊണ്ട് സംഘർഷമൂർത്തിയെ പ്രസാദിച്ചു. സംഘർഷമൂർത്തി അദ്ദേഹത്തിന് വിദ്യാധര പതി എന്നൊരു പട്ടം ചാർത്തി കൊടുത്തു. ലോകം മുഴുവൻ ഭജനപാഠം നടക്കുന്ന ആളുകളെയാണ് വിദ്യാധരന്മാർ എന്ന് വിളിക്കുക. വിദ്യയെ ധരിച്ചവൻ. വിദ്യ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കണ്ട. കുറച്ച് നേരം ഉപയോഗിക്കണ്ട. ഇന്നത്തെ പോലെ ഇന്നത്തേക്ക് വൈകിട്ട് നിർത്തുന്നു കേട്ടോ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. വിദ്യയെ ധരിച്ചവനെ, ഈശ്വരനെ ധരിച്ചവരെയാണ് വിദ്യാർത്ഥികൾ പറയും. ആ വിദ്യാർത്ഥിന്മാരുടെ ചീഫായിട്ട് അദ്ദേഹം കൈലാസത്തിന് മുന്നിലൂടെ ഭജനപാഠം നടത്തുന്ന സമയത്ത് മഹാദേവനും തൊഴ, അമ്മയെയും തൊഴ എന്ന് വിചാരിച്ച് ഫ്ലൈറ്റ് നടത്തി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോ ഇപ്പൊ തൊഴാൻ പറ്റിയ കണ്ടീഷൻ അല്ലാന്ന് തോന്നി. അന്നവാസി രാജകൾക്ക് ശിഷ്യന്മാരിരിക്കുന്നു ജഗദ്ഗുരു മഹാദേവന്റെ മുമ്പിൽ. ആ മഹാദേവന്റെ വൈഭവം മനസ്സിലാക്കി നമസ്കരിക്കാൻ നോക്കിയപ്പോഴാണ് പ്രൈവസിയാണ് മനസ്സിലായത്. കാരണം ഇടത്തെ മടിയിൽ, ഇടത്തെ തൊഴിൽ പാർവതിയെ ഇരിക്കുന്നു മഹാദേവൻ. ഇടത്തെ കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് പാർവതി. വലത്തെ കൈ കൊണ്ട് ജ്ഞാനമുദ്ര കാണിക്കുന്നു. എന്നിട്ട് മൗനോപദേശം. ഈ മൗനമാണ് ശിഷ്യന് ഏറ്റവും വലിയ ഉപദേശം. അപ്പം ഉണ്ടാകുന്ന ശിഷ്യൻ ആ കസേര കത്തിക്കും. ആശ്രയിക്കുന്ന കസേര പണ്ടൊക്കെ മൗനമായിട്ട് ഉപദേശിക്കാം ശിഷ്യനെ. ശിഷ്യനത് മനസ്സിലാവും. മൗനം ഗുരോ വ്യാഖ്യാനം എന്നാണ്. ഗുരുവിന്റെ വ്യാഖ്യാനം മൗനമാണ്. ഏതായാലും
മൗനമായിട്ടുള്ള ഉപദേശം കണ്ടപ്പോൾ ഉപദേശമല്ല ചിത്രകേതുവിന് പറയാൻ തോന്നിയത്. എന്താ ഈ ജഗദ്ഗുരുവായിട്ടുള്ള മഹാദേവൻ ഈ അധാർമികമായിട്ട് പ്രവർത്തിച്ച് പബ്ലിക്കായിട്ട് ഇത്രയധികം ആൾക്കാർ ഇരിക്കുമ്പോൾ ഭാര്യയെ മടിയിൽ വെച്ച് കെട്ടിപ്പിടിക്കും? ഇത് ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. എത്ര പ്രാകൃതന്മാരായിട്ടുള്ള ആൾക്കാരും അജ്ഞാനികളായിട്ടുള്ള ആൾക്കാരും ഇത് രഹസ്യത്തിലെ പതിവുള്ളൂ. എത്ര പരിഷ്കൃതൻ എന്ന് പറയുന്ന ആൾക്കാരും കേരളീയ ഒഴിച്ച് ഇതെല്ലാം രഹസ്യത്തിലെ പതിവുള്ളൂ. എങ്കിൽ അയം മഹാപ്രതി സദസ്യ സ്ത്രീയം അയ്യേ, ഇത്രയും ജ്ഞാനിയായ മഹാപ്രതധാരിയായ മഹാദേവൻ സ്വന്തം ഭാര്യയെ അനവധി ശിഷ്യന്മാർ, സാധാരണ നാട്ടുകാരല്ല, ഗുരുനാഥനായിട്ട് അദ്ദേഹം ശിഷ്യന്മാരുടെ മുമ്പിൽ ഭാര്യയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് അത്ര നല്ല ഏർപ്പാടല്ല. പോയേക്കാം, നീ അത് വിഷമമാണ്, കത്തുറുമ്പാവാൻ ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് വയറ്റിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് മഹാദേവൻ കേട്ടു ചിരിച്ചു. പക്ഷെ അമ്മയ്ക്ക് ദേഷ്യം വന്നു, കൊണ്ടുത്തു വെച്ചാണ്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കാര്യം കാണുന്ന സ്വഭാവം അസുര സ്വഭാവം, ആസുര ഭാവമാണ്. മറ്റുള്ളവരുടെ കാര്യത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഉത്കണ്ഠയുണ്ടല്ലോ. ഇപ്പോ പവർ ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മള് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് നോക്കില്ല. പവർ കട്ട് വന്നാലോ, പവർ ഫുള്ളായിട്ടുള്ള സമയത്തെ ലൈറ്റ് കത്തുന്ന സമയത്ത് മറ്റുള്ളവരുടെ വീട്ടിൽ ലൈറ്റ് കത്തുണ്ടോ എന്ന് നോക്കില്ല. ലൈറ്റ് പോയാൽ മറ്റുള്ളവരുടെ വീട്ടിൽ ലൈറ്റ് കത്തുന്നില്ലല്ലോ എന്ന് നോക്കും. ഇതൊക്കെ അസുര സ്വഭാവം. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ, അത് ഭാര്യ ഭർത്താവിന്റെ കാര്യത്തിലായാലും ഭർത്താവ് ഭാര്യയുടെ കാര്യത്തിലായാലും അച്ഛനമ്മമാരും മക്കളുടെ കാര്യത്തിലായാലും അവിടെ ചില കൃത്യത വേണം പെരുമാറണം. അതിനാണ് ഇന്ന് കാലത്ത് 1 മണിക്കൂർ ഇന്ന് ഞാൻ ഓടിയിട്ടത് വിവേകം എന്ന് പറഞ്ഞു. മനസ്സിലായോ? ആ വിവേകമാണ് വേണം. ഭാര്യ ഭർത്താവിന്റെ കാര്യത്തിലും ഇടപെടുന്നതിനും തിരിച്ചും ഒരു വിവേകം വേണം, ഒരു പരിധി വേണം, ഒരു ലൈൻ വേണം. ആ ലൈൻ അപ്പുറത്തേക്ക് ഭാര്യ ചിന്തിക്കരുത്, ഭർത്താവിനെ കുറിച്ച് തിരിച്ചും ചിന്തിക്കരുത്. അതിനെയാണ് സ്നേഹം എന്ന് പറയാം. നിന്നോടുള്ള സ്നേഹം കാരണം നിന്നെ ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നതാണോ സ്നേഹം? ആണോ? ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളെ തലയ്ക്ക് കിളിക്കിട്ട് ഇത് പഠിക്കണ്ട, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ നോക്കിയിരിക്കല്ലേ, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പറഞ്ഞിട്ട് ഇയാൾ പഠിച്ചത് എന്നാലും അതെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ചെയ്യരുത്. 10ാം ക്ലാസ്സിലേക്ക് ആയിക്കോളൂ, 15 വയസ്സിലേക്ക് 10ാം ക്ലാസ് എന്ന് പറഞ്ഞു ഒരു പരിധി കിട്ടാം. പിന്നെ അത് കുട്ടികളുടെ ആയാലും അമ്മമാരുടെ ആയാലും അച്ഛന്റെ ആയാലും ഇനി ഭാര്യയുടെ ആയാലും ഭർത്താവിന്റെ ആയാലും അയാളുടെ പ്രൈവസിയിലേക്ക് നമ്മൾ ഒരു ഇൻട്രപ്ഷൻ നടത്തരുത്, ഒരു കയറ്റം നടത്തരുത്. ചില എന്താ പറയാ ടിപ്സാണ്. എന്നാലും ഇവിടെ കൊടുത്തു അശ്വനായിട്ട് ഇരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് സ്ത്രീകൾക്ക് മനസ്സിലായത് താങ്കൾ തമാശകളാ. തമാശ ലോകഗുരുവായിട്ടുള്ള മഹാദേവൻ ഇത് ചെയ്യും, നിങ്ങൾ അത് കണ്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ലോകഗുരുവായ മഹാദേവൻ ചിലപ്പോ പതുക്കിനി ഭാര്യ മടിയിൽ നിർത്തി കെട്ടിപ്പിടിക്കും. പക്ഷെ മഹാദേവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യാൻ തുടങ്ങിയാൽ നാട്ടുകാരെ പുറം പള്ളിപ്പുറം. അതാണ് അർത്ഥം. മനസ്സിലായ? അപ്പൊ ഈ അർത്ഥത്തിലല്ല ദേവി എടുത്തത്. ദേവിക്ക് തോന്നി മഹാദേവനെ അപമാനിക്കാൻ തോന്നി. അസുരൻ ആയിട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ ശപിച്ചു, നേരെ ഒന്ന് നമസ്കരിച്ചു. അമ്മേ, കുട്ടികളെ വികൃതി കാണിച്ചാൽ അമ്മമാരെ ശിക്ഷിക്കും, ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഏതായാലും ഒരു ജന്മം കൂടി എനിക്ക് വേണം എന്നെനിക്ക് ബോധ്യമായി. ആ ജന്മമാണ് വൃദ്ധാസുരൻ. കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം നടത്തിയ ഭഗവത്ഭജനം, വിദ്യാർത്ഥനായ ലോകം മുഴുവൻ പാടി വന്ന് ഭരിച്ചതിന്റെ ഫലമായിട്ടാണ് ഹരിശബ്ദം അറിയാതെ പ്രവർത്തിക്ക് വന്നപ്പോൾ ഭഗവത് സ്മൃതി വന്ന് ഭഗവത് പദത്തിലേക്ക് എത്തിച്ചേർന്നു. ദിതി എന്ന കശ്യപന്റെ 2ാമത്തെ പത്നിയുടെ വംശം പറയുന്നത്. ആ വംശത്തിലാണ് ദൈത്യന്മാരുള്ളത്, അസുരന്മാർ. അതിൽ പക്ഷെ 49 പേര് ദേവേന്ദ്രന്റെ കൂട്ടുകാരായിട്ട് സ്വർഗത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പരീക്ഷത്തിൽ ചോദിച്ചത്, അസുരന്മാരും ദേവന്മാരും ബദ്ധശത്രുക്കളൊക്കെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക്? അങ്ങനെ ഒരു കഥ പറയും. ഒരിക്കൽ വിധി ഭർത്താവ് വന്ന സമയത്ത് ഇന്ദ്രനെ കൊല്ലാൻ പാടുന്ന ഒരു പുത്രനെ എനിക്ക് വേണം എന്ന് പ്രാർത്ഥിച്ചു. ഒരു കൊല്ലത്തെ പുംസഫലം എന്ന വ്രതം ഉപദേശിച്ചു കശ്യപൻ. ഈ ഒരു കൊല്ലം നഖങ്ങളും മറ്റും മുറിക്കരുത്,
ഒരു കൊല്ലം മുടി ഒരിക്കൽ കെട്ടിവെച്ചാൽ ഒരു കൊല്ലം കൈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കയ്യിൽ വറ്റുപിടിക്കരുത്, ഒട്ടിപ്പിടിക്കരുത്. ഒരു കൊല്ലം മലിനജലത്തിൽ കുളിക്കരുത്, ഒരു കൊല്ലം ചൂടാവരുത്, ഒരു കൊല്ലം സന്ധ്യാസമയത്ത് അസമയത്ത് കിടന്നുറങ്ങരുത്, ഒരു കൊല്ലം നുണ പറയരുത്. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഷ്ടമായി. ഇന്നത്തേക്ക് നോക്കിയാൽ നുണ പറയരുതെന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ നുണയാണ്. ഒരു കൊല്ലം നുണ പറയും. ഉത്സവം എന്ന വ്രതം കഠിനമായിട്ടുള്ള വ്രതം. കാരണം ഹിംസയാണ് ഉദ്ദേശം. ഭഗവാന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ വലിയൊരു പൂജ തന്നെ ചെയ്യണം എന്ന് കൃഷ്ണൻ മനസ്സിലായി. ഒരു കൊല്ലത്തെ വ്രതം ദേവി ആരംഭിച്ചു. ദേവേന്ദ്രൻ മനസ്സിലായി ചെറിയമ്മ തന്നെ കൊല്ലാൻ ഭാഗത്തില് ഒരു പുത്രന് ജന്മം കൊടുക്കാൻ പോവാണ്. ഒരു പയ്യന്റെ വേഷത്തിൽ അവിടെ വന്നു ദേവേന്ദ്രൻ. പരികർമ്മിയായിട്ട് കൂടി ആ വിധിയുടെ രാവിലെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വയ്ക്കും, മാല കെട്ടിക്കൊടുക്കും, അങ്ങനെ നിവേദ്യം വെച്ചു കൊടുക്കും. പ്രസന്നവിളിയായി കഴിഞ്ഞാൽ ദേവി വിളിക്കും, ഉണ്ണി തൊഴുത്. നല്ല ശക്തിയുള്ള ആളാ, ഞാൻ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന ദേവനാണ്. ദേവേന്ദ്രൻ ചെറിയമ്മയെ മുട്ടിയൊരുക്കി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും, ഈ ചെറിയമ്മയുടെ മകൻ എന്നെ ഒന്ന് തൊടാൻ പോലും പാടില്ല ഭഗവാനെ. ചെറിയമ്മ തിരിച്ചു മുട്ടിയൊരുക്കി നിന്ന് പ്രാർത്ഥിക്കും, ആ ദേവേന്ദ്രനെ ഒറ്റയടിക്ക് എന്റെ മകൻ കൊല്ലണേ എന്ന്. ഇത് രണ്ടും ഒരേ സെന്ററിലേക്കാണ് പ്രാർത്ഥന പോയത്. രണ്ടുപേരുടെയും മനസ്സ് ശുദ്ധമല്ല. ഭഗവാൻ അതുകൊണ്ട് കുറച്ച് ക്ഷമിച്ചു. അവസാനം 9ാം മാസത്തിൽ ദേവേന്ദ്രനെ അനുഗ്രഹിക്കാൻ ഒരു ശാസനം കൊടുത്തു ഭഗവാൻ. കാരണം കൂടുതൽ തീക്ഷ്ണമായ ഭാവം ദേവേന്ദ്രനായി. ഈ കൊല്ലാൻ നോക്കുന്ന ആള് അയാൾ നശിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പവർ കൂടും. കൊല്ലപ്പെടാൻ പോകുന്ന ആള് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മിക്കവാറും നിങ്ങളുടെ രാവിലെ എഴുന്നേറ്റാൽ ആദ്യത്തെ ഡയലോഗ് എന്താ? തമ്പുരാനെ, ഭഗവാനെ എന്നെ കാത്തു രക്ഷിക്കണേ എന്നല്ല, കാത്തു രക്ഷിക്കണം, കാക്കണം, ഗാർഡ് ചെയ്യണം, എന്നെ കാത്തു രക്ഷിക്കണേ എന്നാണ്. അപ്പൊ ഈ രക്ഷ ഭഗവാന്റെ ശീലമാണ്. ഇവിടെ ഇന്ദ്രന് തീവ്രത കൊടുക്കുന്നത് കാരണം ഭഗവാൻ ഇന്ദ്രനെ ശാസിച്ചു. അവിടെ ഉച്ച സമയത്ത് ഉമ്മറപ്പടിയിൽ ഇരുന്ന് ദിവ്യദേവി ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകുന്നതിന് മുമ്പായി മുടി കെട്ടഴിഞ്ഞ് ഒന്ന് മയങ്ങിപ്പോയി. ഇത് തക്കെന്ന് മനസ്സിലാക്കി ദേവേന്ദ്രൻ ദിവ്യ ഗർഭത്തിലേക്ക് യോഗശക്തിയാ പ്രവേശിച്ചു. വജ്രേണ കനകപ്രഭം സ്വർണത്തിന്റെ തിളക്കം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഭ്രൂണത്തെ തലങ്ങും എങ്ങനെ വെട്ടി കൃത്യം പറഞ്ഞാൽ 7 കഷ്ണമാക്കി മാറ്റി. നോക്കിയപ്പോഴാണ് ആ 7 കഷ്ണത്തിനും ജീവനുണ്ടായിരുന്നു. വിധിയുടെ മന്ത്രത്തിന് ശക്തിയാണ്. ചേടാ ഒരാളെ കണ്ടിട്ട് 7 വീണ്ടും 7 × 7 49. ഈ 49 പേർക്കും ജീവനുണ്ടായി. ആദ്യം വെട്ടാൻ വേണ്ടി നോക്കിയപ്പോ അവര് പറഞ്ഞു, ദേവേന്ദ്ര ബ്രോ, നമ്മള് ഒരമ്മയുടെ ഉദരത്തിലല്ലേ, എന്തിനാ ഞങ്ങളെങ്ങനെ പറയണത്? ഇപ്പൊ നിങ്ങൾ പറയും സഹോദരന്മാരാണെന്ന്, പുറത്തേക്ക് വന്നാൽ നിങ്ങളുടെ ഭാവം മാറില്ലേ? ഇല്ല, ഞങ്ങൾ സത്യം ചെയ്യാം, ഞങ്ങൾ അയാളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. എന്റെ കയ്യിൽ നിന്ന് സത്യം വാങ്ങി പുറത്തേക്ക് വന്നു. വിധി ഉറക്കണമെന്ന് നോക്കിയപ്പോ പ്രസംഗം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അത്ഭുതം, ഏകസങ്കല്പിത പുത്ര സപ്തസത്താഭവൻ. അത്ഭുതം എന്ന് പറയട്ടെ, ഒരുണ്യ വിചാരിച്ചത്, പക്ഷെ സപ്തസത്ത 7 × 7 കുട്ടികളുണ്ടായി. ആ ഉണ്ണിയോട് ചോദിച്ചു, ഉണ്ണി എന്താ ഇവിടെ ഉണ്ടായത്? നീ നോക്കരുത്, സത്യം പറയണം, നീ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ദേവേന്ദ്രൻ വന്ന് നമസ്കരിച്ചു. അമ്മേ, ഇങ്ങനെ ചെറുതുണ്ടായി, എന്നോട് ക്ഷമിക്കണം, ഞാനാണ് ദേവേന്ദ്രൻ. മരണം കേട്ടാൽ ആർക്കും പേടിയില്ലാതെ അമ്മയെ കബളിപ്പിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് ഇവിടെ ഒരു കുട്ടിയായിട്ട് വന്നത്, എന്നോട് ക്ഷമിക്കണേ. ഈ 40 പേരെ ഞാൻ ദേവലോകത്തേക്ക് കൊണ്ടുപോകണം. മഹാപുരുഷ പൂജയായ സിദ്ധി, ഭഗവാനെ ആശ്രയിച്ചാലുള്ള സിദ്ധിയെ മനസ്സിലായില്ലേ അമ്മയ്ക്ക്? ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എത്ര അസാധ്യം എന്നൊന്നും കാര്യവും ഭഗവാൻ സാധ്യമാക്കിയത്. അതുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇവർക്ക് ഒരു അസുഖവും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. പൂർണ്ണ ശരീരത്തോടു കൂടിയിട്ടുള്ള വളർച്ചയെത്തിയ ശരീരത്തോടു കൂടിയ ഇവരെ ഞങ്ങൾ
ദേവലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി ഇവർ ദേവന്മാരായിരിക്കുന്നു. ഇതാണ് അസുര അമ്മയായ ദിതി ദേവിയുടെ 41 കുട്ടികള് ദേവന്മാരായിരുന്നു. മരുത്തുക്കൾ എന്ന പേരിൽ അവരറിയപ്പെടും. ദേവന്മാർക്ക് യാഗഭാഗം എത്തിക്കുന്ന ആൾക്കാരാണ് മരുത്തുക്കൾ. ചേട്ടന്മാരും ചേച്ചിമാരും കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിരിക്കാം കേട്ടോ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. കാർത്തിക മാസത്തിലാണ് ഈ വ്രതം ആചരിക്കുക. ഈ വ്രതം ആചരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തും കുമാരിഹ, ഭാഗ്യമില്ലാത്തവർക്ക് ഭാഗ്യം, സൗന്ദര്യമില്ലാത്തവർക്ക് സൗന്ദര്യം, എന്താ പറയാ, ശക്തിയില്ലാത്തവർക്ക് ശക്തി, ധനമില്ലാത്തവർക്ക് ധനം, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ, ശ്രിയം പ്രജ ജീവപതി യശോവിധം കന്യാച വിന്ദേന സമഗ്രരക്ഷണം വരം. ഓരോ പെൺകുട്ടിക്കും ആഗ്രഹം ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആള് എന്റെ ഭർത്താവണമെന്നാണ്. ലോകത്തിൽ അങ്ങനെ ഇതേപോലെ സംഭവിച്ചു. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരൊറ്റ മനുഷ്യരുണ്ട്, അത് ഭഗവാനാണ്. നിങ്ങൾ ഏതെങ്കിലും കുട്ടികൾ അത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഭഗവാനെ അവിടുന്ന് എന്റെ ഭർത്താവായിട്ട് എല്ലാവർക്കും അതെ. കല്യാണത്തിന്റെ മുഹൂർത്തം വരെ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠം ആരാ? പിറ്റേന്ന് മുതൽ ലോകത്തിലെ ഏറ്റവും അടിയിലിറങ്ങാറും ആരാ? അതും എൻ്റെ ആളാണ്. ഇതാണ് സാധാരണ മനുഷ്യന്മാരെ അവസ്ഥ. ഇവിടെ ശ്രീകൃഷ്ണൻ പറയുന്നു, ഈ പുംസവനം ആചരിച്ചു കഴിഞ്ഞാൽ സമഗ്ര ലക്ഷണം വരം പതിം, ശ്രേഷ്ഠനായ എല്ലാ ലക്ഷണത്തോടും കൂടിയ എന്താ ലക്ഷണം? ആ സ്ത്രീ, ആ പെൺകുട്ടിക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണോ വേണ്ടത്, ആ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ ഒരു പുരുഷനെ ഭർത്താവായിട്ട് കിട്ടും. 1 കൊല്ലം ഈ വ്രതം ആചരിച്ചാൽ. ഇത് 1 കൊല്ലം നുണ പറയുന്നത്, മനസ്സിലായില്ലേ? ഈ വക കാര്യങ്ങളുണ്ട്. അങ്ങനെ ആചരിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്നതാണ്. ഈ ഏത് വ്രതമായാലും അഭീക്ഷിതാർത്ഥം ലഭതേ കുമാരിയ, ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് നമ്മൾ വ്രതം നോക്കുന്നത്. ആ ആഗ്രഹങ്ങൾക്ക് വരണമെങ്കിൽ വ്രത ആചരണത്തിനും പൂർത്തി വരണം. വ്രതത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യണം, എന്തെല്ലാം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാതിരിക്കും. എന്നാലും ഇതിനൊക്കെ ഫലമുണ്ട്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. നരസിംഹമൂർത്തിമം സ്തംഭസംഭവമദ്ഭുതം ഭക്തത്രാണായ വിത്രാണം വാസുദേവോപാസ്മഹേ. ഊതയ കർമ്മവാസന. ഊതി എന്നാണ് 7ാമത്തെ സ്കന്ധത്തിന്റെ ലക്ഷണം. 6ാമത്തെ സ്കന്ധത്തിന് നമ്മൾ പറഞ്ഞു പോഷണം. ഇതുപോലെ 7ാമത്തെ സ്കന്ധത്തിന്റെ ലക്ഷണം ഊതി. ഊതി എന്ന് വെച്ചാൽ കർമ്മവാസന. ദുഷ്കർമ്മവാസനയായിട്ട് ഹിരണ്യശിവവും സൽക്കർമ്മവാസനയായിട്ട് പ്രഭാതനെയും ചിത്രീകരിക്കുന്ന സ്കന്ധമാണ് 7ാം സ്കന്ധം. പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു, ഈ 6ാം സ്കന്ധത്തിലെ കഥ കേൾക്കുമ്പോ ഭഗവാൻ എന്തെങ്കിലും പക്ഷഭേദമുണ്ടോ എന്നൊരു സംശയം. എന്തിനാണ് ഈ അസുരന്മാര് എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും ഭഗവാനെ കൊല്ലുന്നു, ദേവന്മാരെ എന്ത് തോന്നിവാസം കഴിച്ചാലും ദേവന്മാരെ ഭഗവാൻ രക്ഷിക്കുന്നു? ഇത് ഭഗവാൻ എന്ന പദത്തിന് യോജിച്ചതാണോ? സമനും പ്രിയനുമായി വർദ്ധിക്കേണ്ടതല്ലേ ഭഗവാൻ? എന്താണ് ഈ ഭേദബുദ്ധി ഭഗവാൻ എന്നാണ് ചോദ്യം. പരീക്ഷന്റെ അങ്ങനെ മുത്തച്ഛൻ യുധിഷ്ഠിരൻ, അദ്ദേഹം രാജശ്രീ മഹാരാജൻ നടത്തുന്നുണ്ടായി. ആ സമയത്ത് കൃഷ്ണനെ പരസ്യമായിട്ട് അസഭ്യം പറഞ്ഞ ചേതി രാജാവ് ശിശുപാലനെ ആ അസഭ്യം കേട്ട ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ ഭഗവാൻ തൃച്ചക്രം കൊണ്ട് നിഗ്രഹിച്ച് മുക്തി കൊടുത്തു. ഈ സമയത്ത് ധർമ്മപുത്രൻ എഴുന്നേറ്റ് ചോദിച്ചു, ഭക്തി ഇല്ലാത്തവർക്കും കൂടി ഭക്തി നടത്താൻ വിചാരിച്ചാണ് ഞാൻ ഈ രാജസൂയം നടത്തിയത്. ഇവിടെ പച്ചക്ക് അസഭ്യം പറഞ്ഞ ശിശുപാലനെ പോലെയുള്ള ആൾക്കാർക്ക് ഭഗവാൻ മുക്തി കൊടുക്കുന്നതെങ്കിൽ അസഭ്യം പറയാൻ ആൾക്കാർക്കും നാമം ചോദിക്കുന്നതിന് പകരം ഭഗവാനെ 4 ചീത്ത വിളിക്കും എന്ന് പറഞ്ഞാൽ അതിനല്ലേ ആൾക്കാർക്ക് ടെൻഡൻസി കൂടുതൽ. നാരദൻ സദസ്സുണ്ടായിരുന്നു, എഴുന്നേറ്റുന്നു. ധർമ്മപുത്ര, we are nobody to decide anything here. നമ്മൾ ആരുമല്ല ഇവിടെ എന്തെങ്കിലും തീരുമാനിക്കാൻ, നമ്മൾ ആരുമല്ല ഇവിടെ. ഇതെല്ലാം ഭഗവാൻ തീരുമാനമാണ്. ഗുണങ്ങളില്ലാത്ത ഭഗവാൻ സാത്വിക രാജസ താമസ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിലേക്ക് രൂപം സ്വീകരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ത് തീരുമാനിക്കണമെന്ന് പരമാത്മ സ്വരൂപത്തിൽ തന്നെ തീരുമാനിക്കും. ഒരാളോട് അസഭ്യം പറയണമെന്നോ, ഒരാളെ സ്നേഹിക്കണമെന്നോ, ഒരാളെ വെറുക്കണമെന്നോ
നമുക്ക് പോലും അത് ചിന്തിക്കാൻ സാധിക്കില്ല. കർമ്മവാസന പ്രകാരം ഭഗവാൻ തന്നെ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭഗവാന് ഇന്ന വികാരം കൊണ്ട് ഭഗവാനെ ആശ്രയിക്കുക എന്ന് നിർബന്ധമില്ല. കാരണം ഏത് തരത്തിൽ ഭഗവാനെ ആശ്രയിക്കും. മനുഷ്യനെ ഞാൻ നീയാന്നോ മറ്റോ പറഞ്ഞു, ഉപേക്ഷയല്ല നമ്മളുടെ ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത്, സ്വീകാരമാണ്. ഒന്നിനെയും ഉപേക്ഷിക്കാൻ. നിങ്ങൾ നല്ല ചൂടനാണെങ്കിൽ ആ ചൂട് ഭഗവാനെ എതിർക്കാൻ, ഭഗവാനെ പരമാക്കി തീർക്കൂ ആ ദേഷ്യം. നല്ല സ്നേഹത്താക്കാനാണെങ്കിൽ ആ സ്നേഹത്തെ ഭഗവാന്റെ എതിരാക്കി തീർക്കൂ. എതിരെ മീൻസ് ഭഗവാൻ അഭിമുഖം. ഇങ്ങനെയാണ് വികാരമായത്. ഇതിന് ഉദാഹരണം 20 കൊല്ലത്തോളം വിഷ്ണു എട്ടാമൻ എന്ന് പേടിച്ച് ജീവിച്ച ആളാണ് കംസമഹാരാജൻ. ആ കംസമഹാരാജൻ ഭഗവാന്റെ ഭാഗത്ത് ദ്വേഷം എന്താ പറയാ ഭരിച്ച ആൾക്കാരാണെങ്കിൽ ശിശുപാലാദികൾ, ഇവരും ഭഗവാന്റെ അടുത്ത്. ഇനി സ്നേഹം കൊണ്ട് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഭഗവാനെ സ്നേഹിക്കുന്നു, നിങ്ങളും ഭഗവാന്റെ അടുത്തേക്ക് എത്തും. ഭക്തി കൊണ്ട് ഞങ്ങളെ പോലെയുള്ള ആൾക്കാര് ഭഗവാനെ ആശ്രയിക്കുന്നു, ഞങ്ങളും ഭഗവാനെ. ഇതിൽ ഏറ്റവും നല്ലത് ഭഗവാനോട് ദേഷ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ദേഷ്യമുള്ളവരെ ഒരിക്കലും ദേഷ്യമുള്ളവരെ ആക്കില്ല. സ്നേഹമുള്ളവരെ മനസ്സിലായില്ലേ? ദേഷ്യം എന്നുള്ള വികാരം നമുക്ക് ഒരിക്കലും മറക്കാനോ ഓർക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ദേഷ്യം വരികയാണെങ്കിൽ ആ ദേഷ്യത്തെ ഭഗവാനാക്കി തീർക്കുക. അതെങ്ങനെയാണെന്നറിയാം. ഒരാൾ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? ഒന്നുകിൽ അയാൾ മുഖത്തോക്കി പറയാം, അത് നമ്മുടെ സ്വഭാവമാണ്. ഇനി അയാൾ മുഖത്തോക്കി പറയാനുള്ള ചങ്കുറ്റുള്ള ആൾക്കാര് അയാളുടെ മുഖം നോക്കാതെ നേരെ ഇവിടെ വരും. ഇവിടെ തിരുവമ്പാടിയിൽ വരും. ഭഗവാനെ മുഖം നോക്കിയിട്ട് അയാളെ സങ്കല്പിച്ചാൽ മതി. കുറെ കഴിയുമ്പോൾ അകത്ത് മേശയ്ക്ക് ഉണ്ടാവും വെള്ളം തിളങ്ങി. മനസ്സിലായില്ലേ? നിങ്ങളുടെ ദേഷ്യം നിങ്ങൾക്ക് ഭയങ്കര ഭയമാണ് ഒരു വ്യക്തിയോടെങ്കിൽ ഇവിടെ വരിക. ആ വ്യക്തിയാണ് ഭഗവാനെ കാണുന്നത്. ഇങ്ങനെ ഏത് വികാരമായും ഭഗവാനെ ഭഗവത് ഫലമാക്കിയിട്ട് ആ വികാരത്തിന് മതി. ഭഗവാനെ ചെയ്യുക, അതിനെ ഭഗവാന്റെ എതിരേക്ക് മാറ്റുക, അഭിമുഖം മാറ്റി. ഇതിലേത് വികാരമായാലും ധർമ്മപുത്ര, ഈ ശിശുപാലൻ ഈ ജന്മത്തിൽ തുടങ്ങിയ പരിപാടിയല്ല ഇത്. കഴിഞ്ഞ 3 ടേമിൽ ഭഗവാനെ അസത്യം പ്രദർശിപ്പിച്ച ആളാണ് ഈ ശിശുപാലൻ. ആദ്യത്തെ ടേം ഹിരണ്യേശ്വരൻ, രണ്ടാമത്തെ ടേം സാക്ഷാൽ രാവണനായിട്ട്, മൂന്നാമത്തെ ടേമാണ് ഈ ശിശുപാലൻ. വൈകുണ്ഠത്തിലെ ആൾക്കാർ ജയവിജയന്മാര് സനകാദി മഹർഷീശ്വരന്മാര് ഭഗവാനെ ദർശിക്കാൻ പോയപ്പോ ശപിച്ചു സനകാദികൾ. അവരെ തടഞ്ഞു നിർത്തി. കാരണം അവർ കൗപികധാരികളായി കുട്ടികളെ പോലെ ഉണ്ടാക്കി. ഈ കുട്ടികൾക്ക് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വന്നൂടെ വിചാരിച്ചിട്ട് ചോറിലൂടെ തടഞ്ഞു നിർത്തി. ആരെ? സനകാദികളെ. അവർ മഹാജ്ഞാനികളാണ്. അവർക്ക് കുറച്ച് ദേഷ്യം വന്നു. ദേഷ്യം അവർക്ക് വരാറില്ല. പക്ഷെ ഭഗവാൻ വിപരീതമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ ദേഷ്യം വന്നു. കൊടുത്തു ശാപം. അസുരനായിട്ട് പോകുന്നു. അപ്പോഴാണ് ആരെങ്കിലും നമസ്കരിച്ചു. അങ്ങനെയാണ് 3 ടേം ഭഗവാൻ അനുവദിച്ചത്. 3 ടേമിലും സംരംഭം, സംഭൃതം, സമാധി എന്ന 3 സ്വഭാവത്തിലൂടെ ഇത് എന്നെ ആശ്രയിക്കുന്ന ഭഗവാനോടെ അരുളി ചെയ്തു. സംരംഭം എന്ന് വെച്ചാൽ ദേഷ്യം. നമ്മള് പറയാറില്ലേ, നാളെ ഞാനും സംരംഭം തുടങ്ങാൻ പോകുന്നു ഇല്ലേ? ഇംഗ്ലീഷിൽ എന്തായാലും പറയാറ്. ഇത് 2 തരത്തിലും നല്ല രസമാണ് നമ്മുടെ പ്രയോഗങ്ങൾ. ഈ സംരംഭം എന്ന് പറഞ്ഞാൽ ദേഷ്യം. നാളെ ഞാൻ മുതൽക്ക് ദേഷ്യപ്പെടാൻ പോവുകയാണ്. കാരണം ഒരു സ്ഥാപനം തുടങ്ങിയാൽ അയാൾക്ക് പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? ദേഷ്യം ഉണ്ടാവുള്ളൂ. ഇത് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ പോയിട്ട് ഞാനൊരു കൺസേൺ തുടങ്ങാൻ പോകുന്നത്. കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് ഒരു സ്ഥാപനം തുടങ്ങിയാൽ പിന്നെ അയാൾക്ക് എന്താ? കൺസേൺ. അപ്പൊ സംരംഭം എന്ന് വെച്ചാൽ ദേഷ്യം. ഈ ശിശുപാലൻ ദേഷ്യമാണ് പ്രകടിപ്പിച്ചത്. ഹിരണ്യേശ്വരൻ ആദ്യത്തെ ജന്മം ഹിരണ്യാക്ഷൻ, ഹിരണ്യേശ്വരൻ. രണ്ടാമത്തേത് സംഭൃതം എന്ന് വെച്ചാൽ ചോദിച്ചു കഴിച്ചു. അതിന് സംഭരിച്ചു. അതായത് രാവണനും കുംഭകർണനും രാമായണം പറയുന്ന ആൾക്കാർക്ക് അറിയാം.
വനമായിട്ട് മേടിച്ചതാണ് ആ ദൃശ്യം. മൂന്നാമത്തേത് സമാധി. സമാധിയുടെ പ്രത്യേകത സമമായിട്ടുള്ള അവസ്ഥ. താൻ ചിന്തിക്കുന്ന വ്യക്തിയും താനും ലയിച്ചു വരുന്ന അവസ്ഥയാണ് സമാധി. ഭഗവാനെ ശത്രുതാഭാവത്തിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ശിശുപാലൻ. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദറുണ്ട് ദന്തവക്രൻ. അദ്ദേഹം ഹിരണ്യകശിപുവിന്റെ കഥയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. കാരണം സാക്ഷാൽ പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കിയപ്പോ ഭഗവാൻ അവരുടെ നൃസിംഹമൂർത്തിയായി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ച കഥ ധർമ്മപുത്രൻ തീർച്ചയായും വേണം. ഞങ്ങളുടെ ഓർമ്മോടായിട്ടുള്ള പ്രഹ്ലാദനെ, അതും കുട്ടിക്കാലത്ത് ഒരച്ഛൻ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ എത്ര ദുഷ്ടനായിരിക്കും. പ്രഹ്ലാദന്റെ കഥ ഞങ്ങൾക്ക് പറയണം. മഹാരാജാവെ, ക്രോധമൂർത്തിയായ വരാഹമൂർത്തിയായ ഭഗവാനാൽ തന്റെ അനിയൻ ഹിരണ്യാക്ഷൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ടതും സുരപിടിച്ചുകൊണ്ട് അസുര സന്ദർശി ഗംഭീരമായിട്ട് പ്രതിജ്ഞ ചെയ്തു. ആ ഹിരണ്യകശിപു ഓരോ പേര് വിളിക്കുമ്പോഴും ആ പേര് വിളിക്കുന്ന ആൾക്കാര് എത്ര കിലോമീറ്റർ അകലെയാണെങ്കിലും ഓടി ഹിരണ്യേശ്വരന്റെ അടുത്തേക്ക് എത്തും. അത്രയ്ക്ക് ആജ്ഞാശക്തിയോടെ ഓരോരുത്തരെയും പേര് പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കുക, അതിനുശേഷം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. വിശ്വദ്വിജക്രിയാമൂലോ യജ്ഞോ ധർമ്മയാക്കുവാൻ. വിഷ്ണു എന്നത് ബ്രാഹ്മണന്മാരുടെ കർമ്മങ്ങളെ കൊണ്ട് ശക്തി പ്രാപിച്ചവരാണ്. ബ്രാഹ്മണന്മാരെ നശിപ്പിക്കണം നമുക്ക്. ജപഹോമാദികൾ, തപസ്സുകൾ, പൂജകൾ, യാഗങ്ങൾ ഇനി മുതൽ ഈ ഭൂമുഖത്ത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഗ്രാമം, ഉദ്യാന, ക്ഷേത്ര, സിറ്റികളും ഗ്രാമങ്ങളും തൊഴുത്തുകളും ഉദ്യാനങ്ങളും സകലത്തും കത്തിച്ചു കളയണം, നശിച്ചു കളയണം. ഇന്നു മുതൽക്ക് അസുരന്മാർ എന്നൊരു വിഭാഗം മാത്രമേ ഈ ഭൂലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് വേറൊരു സമത്മയാധിത എന്റെ വല്യമ്മ മക്കളെന്ന് പറയുന്ന ക്ഷുദ്രജീവികൾ, ഭീരുക്കൾ, ദേവന്മാർ, അവന്മാരെ കൂട്ടുപിടിച്ചാണ് വിഷ്ണു എന്റെ അനിയനെ ഒരു കാണൻ പന്നിയുടെ വേഷത്തിൽ നിന്ന് അടിച്ചു പോകുന്നത്. ആ വിഷ്ണുവിന്റെ മാരണങ്ങളെന്ന് അവന്റെ രക്തപ്രിയനായ എന്റെ അനിയന് തർപ്പണം ചെയ്യാതെ എന്റെ ദുഃഖം മാറാൻ പോകുന്നില്ല. ഇതിലെല്ലാവരും ഞാൻ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും ലോകനാശം വിതയ്ക്കണം. എനിക്കറിയണം വിഷ്ണു നിലനിൽപ്പിന്റെ ദേവനാണോ വിഷ്ണു, നിലനിർത്തുന്ന അവനെ എങ്ങനെ നശിപ്പിച്ചതിനെ നിലനിർത്തുമെന്ന് എനിക്ക് അറിയണം. സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ് എന്ന് പറഞ്ഞത് പ്രകാരം അസുരന്മാർ നാലുപാടും ചിതറിയോടി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. വമ്പൻ നാശനഷ്ടങ്ങൾ നടത്തി അമ്പലങ്ങളില്ലാതെയായി, വിഗ്രഹങ്ങളില്ലാതെയായി, പൂക്കളില്ലാതെയായി, ഭക്തിയില്ലാതെയായി, നാമജപമില്ലാതെയായി, ജലാശയങ്ങളില്ലാതെയായി. പക്ഷെ ഹിരണ്യേശ്വരൻ അറിയാം, ഇതുകൊണ്ടൊന്നും മഹാവിഷ്ണുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല. തപസ്സ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴാണ് അന്തപുരത്തിൽ നിന്ന് കരച്ചിൽ കടന്നത്. അമ്മയും അനിയന്റെ ഭാര്യയും അവരിങ്ങനെ കരയാണ്, അനിയൻ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ. അവിടെ നിന്ന് അവരെ സമാധാനിച്ചു. അമ്മേ, ആത്മാ നിത്യോഗ്യ ശുദ്ധ സർവവിപര എന്നൊക്കെ മഹാജ്ഞാനിയായ ഹിരണ്യേശ്വരൻ അവിടെ വേദാന്തം പറഞ്ഞു. ഹിരണ്യാക്ഷന്റെ ആത്മാവ് മാത്രമേ പോയിട്ടു, ശരീരം മാത്രമേ പോയിട്ടു. ആത്മാവ് പോവോ? ആത്മാവിന് ആഗ്രഹം. അവൻ ഇപ്പോഴും അരൂപിയായി നമ്മളുടെ എല്ലാം കൂടെ ഇരിക്കും. പിന്നെ നിങ്ങൾ എന്തിനാ കരയുന്നത്? കരച്ചിലൊന്നുമില്ല. അപ്പൊ കഥ പറഞ്ഞു. പണ്ട് സുയജ്ഞൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് മരിച്ച സമയത്ത് ഭാര്യമാര് മൃതദേഹം വിട്ടുകൊടുത്തില്ല. കാരണം സ്നേഹക്കാരൻ, ഭർത്താവ് പറഞ്ഞ സ്നേഹം. മന്ത്രിമാരെ ആകെ അങ്കലാപ്പിലായി. അവസാനം യമധർമ്മൻ ഒരു കുട്ടിയുടെ വേഷത്തിൽ വന്നു. അതിന്റെ ആൾക്ക് അറിയാനായിട്ട് എനിക്ക് വന്നിരുന്നു അദ്ദേഹം. എന്നിട്ട് അമ്മമാരോട് ചോദിച്ചു, അമ്മമാരെ നിങ്ങളൊക്കെ എന്തിനാണ് ചോദിച്ചു. ഞങ്ങളുടെ ഭർത്താവ് മരിച്ചു. ഈ മരിച്ചില്ലേ, അപ്പോൾ ദഹിപ്പിക്കാൻ കൊടുത്തൂടെ? അയ്യോ ഭർത്താവാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകും. ഭർത്താവല്ലേ? അയ്യോ മരിച്ചു, അയ്യോ ഭർത്താവാണ്, അയ്യോ മരിച്ചു, ദഹിപ്പിക്കാൻ കൊടുക്കും. അങ്ങനെ പറഞ്ഞു. നിങ്ങൾ സ്നേഹിച്ചത് ഈ മുഷിഞ്ഞു കിടക്കുന്ന
നാറുന്ന ദുർഗന്ധം വമിക്കുന്ന ഈ ശരീരത്തെയല്ല, ഇതിന്റെ ഉള്ളിലുള്ള വ്യക്തിത്വത്തെയാണ് നിങ്ങൾ സ്നേഹിച്ചത്. ആ വ്യക്തിത്വത്തിന് നാശം. ഈ ശരീരം കുറച്ച് കഴിഞ്ഞാൽ ദുർഗന്ധം വമിക്കും. നിങ്ങൾ പറയും ഇതൊന്നും പോയി കത്തിച്ചേക്കണേ എന്ന് നിങ്ങൾ തന്നെ പറയും. ഇത്രയധികം സ്നേഹിച്ച ഈ ശരീരത്തിനെ ഇങ്ങനെ അപമാനിക്കണോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർക്ക് ബോധപതയും ഉണ്ടായത്. ഈ ശരീരത്തെ അല്ല നമ്മൾ സ്നേഹിച്ചത്, ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന വ്യക്തിത്വത്തെ സ്നേഹിച്ചത് നമുക്ക് മനസ്സിലായി. ഈ ഉപദേശം കേട്ടപ്പോ ഇതിനെ അമ്മയ്ക്കും അംഗത്തിക്കും സന്തോഷമായി. അങ്ങനെ മന്ത്രിപ്രവർത്തിച്ചു. ഇങ്ങനെ വിട്ടാൽ ഇത് എവിടേക്കായി നോക്ക്. അസുരന്മാരെന്ന വിഭാഗത്തിൽ മുഴുവൻ ഇവൻ ഞൊടികളെ കൊണ്ട് ഇല്ലാതെയാക്കും. ഈ മായാവി വിഷ്ണു അതിന് എന്തെങ്കിലും പ്രതിനിധികളെ മതിയാവൂ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് തപസ്സിനായിട്ട് ഇറങ്ങി തിരിച്ചത്. മന്ത്രിപ്രവർത്തനത്തിൽ ഒറ്റക്കാലിൽ തളർന്നിൽ തന്റെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ കേന്ദ്രീകരിച്ച് ആ മറ്റേ കാലിന്റെ പാദം ഈ കാൽ മുട്ടിലേക്ക് കയറ്റി വെച്ച് ഊർധ്വബാഹുവായി നഭോദൃഷ്ടിയായി ആകാശത്തേക്ക് നോക്കി കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നു. സൂര്യനെ ദൃഷ്ടിയാക്കി നോക്കിക്കൊണ്ട്. സൂര്യനെ ഒന്ന് നോക്കാൻ പോലും നമുക്കാർക്കും സാധിക്കില്ല. എങ്കിൽ തീവ്രമായ ആ പ്രതികാര ബുദ്ധി കൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, സൂര്യനെ അനുസരിച്ച് കിഴക്കുന്നതിന് സൂര്യൻ ഉദിച്ചു വരുന്നതിനനുസരിച്ച് ആ പടിഞ്ഞാറ് അസ്തമിക്കുന്നതുവരെ സൂര്യനെ ദൃഷ്ടിയാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തപസ്. കത്താൻ തുടങ്ങി ദിവസങ്ങളെ കൊണ്ട്. കാരണം ചൂട് പിടിച്ചു. ഹിരണ്യകശിപന്റെ ചൂട് ആ ലോകങ്ങളിൽ മുഴുവൻ ബാധിച്ചു. അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് പുക വമിച്ച, തലയിൽ നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നും. കാരണം താപം, ദേഷ്യം ദിവസങ്ങളെ കൊണ്ട് ആ ശരീരം ചെലപ്പിച്ചു വന്ന് തിന്നു കഴിഞ്ഞു. ജലാശയങ്ങളൊക്കെ കിടന്ന് തിളച്ചു മറിയാൻ തുടങ്ങി. പർവ്വതങ്ങൾ ഇളകാൻ തുടങ്ങി. നക്ഷത്രങ്ങൾ വീണോന്ന് സംശയം തോന്നി. ഗംഭീരമായ ആ അവസ്ഥകളാണ് ദേവന്മാരെ ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മാവെ ഞങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യാനായിട്ടാണ് ഹിരണ്യശിപുടി തപസ്. ഒന്ന് പ്രത്യക്ഷമാവെ, ഇല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ കത്തിത്തീരും. അദ്ദേഹത്തിന്റെ ദേഷ്യത്തിൽ ബ്രഹ്മാവ് ഹംസവാഹനായി ഹിരണ്യശിപുരം പിടിച്ചെന്ന് കമണ്ഡലൂരിലെ ജലം എടുത്ത് തളിച്ചതും മുൻപത്തേക്കാൾ വജ്രായുധ ബലത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ടു. ഹിരണ്യശിപു സ്തുതിച്ചു. ബ്രഹ്മാവിനെ അറിയാം താനല്ല ഇതിന്റെ ആള്. പക്ഷെ ബ്രഹ്മാവിനോട് പറഞ്ഞു, അങ്ങാണ് ഇതിന്റെ ആള്. ഈ പ്രപഞ്ചത്തിന്റെ ആള്. പ്രപഞ്ചത്തിന്റെ ഉള്ളിലും പുറത്തും നമ്മ ആദ്യായ ബീജായ സ്തുതിച്ചു ഹിരണ്യശിപു. എന്നുവെച്ചാൽ ആദ്യനായിട്ടുള്ളവൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ബീജമായിട്ടുള്ളവൻ. ബീജം എന്ന് വെച്ചാൽ വിത്ത്, സീഡ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണമായിട്ടുള്ള ആളും ആദ്യത്തെ ആളും അവിടുന്നാണ് എന്ന് ബ്രഹ്മാവിനെ സ്തുതിച്ചപ്പോൾ ബ്രഹ്മാവിന് ലേശം സന്തോഷമായി. നീ സംഗതിയൊക്കെ ശരിയാണ്, നീ പറഞ്ഞു നോണേ, ഞാനുണ്ടായിരുന്നു. എനിക്ക് സന്തോഷമായി. ഇതിനു മുൻപും ഇത് ഇങ്ങനെ ആരും തപസ് ചെയ്തിട്ടില്ല, ഇനിയും ആരും തപസ് ചെയ്യാൻ പോകില്ല. അതുകൊണ്ട് നിനക്ക് എന്ത് വരം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ബ്രഹ്മദേവ, എനിക്ക് ചോദിക്കാനായിട്ട് ഒരുപാട് ചോയ്സുകളില്ല. എനിക്ക് മരണം ഉണ്ടാകരുത്. അങ്ങനെയാണ് ബ്രഹ്മാവ് പറഞ്ഞു, ഐ ആം വെരി സോറി, എന്റെ ഡേറ്റ് ഓഫ് ഡെത്ത് കാത്തിരിക്കണതാണ് ഞാൻ. മരണം എനിക്കുണ്ട്. ഈ മരിക്കുന്ന ഞാൻ നിനക്ക് ഇങ്ങനെ മരണമില്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്രസിദ്ധമായിട്ടുള്ള വരയാതനം. എല്ലാവർക്കും അറിയാം. അകത്ത് മരിക്കരുത്, പുറത്ത് മരിക്കരുത്, മുകളിൽ മരിക്കരുത്, ചോട മരിക്കരുത്, മനുഷ്യക്കൊല്ലരുത്, മൃഗം സ്ത്രീകൊല്ലരുത്, ജീവനുള്ളവരെ കൊണ്ട് മരിക്കരുത്, ജീവനില്ലാത്തവരെ കൊണ്ട് മരിക്കരുത്. ബ്രഹ്മാവ് വിചാരിച്ചു ഇതൊക്കെ ഉണ്ടല്ലേ. ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ബ്രഹ്മാവ് ഹിരണ്യശിപു പറഞ്ഞാൽ മനസ്സിലായത്. ബ്രഹ്മാവ് പറഞ്ഞു, ഇതിൽ നിന്നും ഒന്നും നിനക്ക് മരണം സംഭവിക്കാൻ പോകുന്നില്ല. തഥാസ്തു. ഗംഭീരനായി മാറി. തപശക്തി എന്ന് പറഞ്ഞാൽ എത്ര ദുഷ്ടനായാലും ഒരു ദേവതയെ നിരന്തരമായി ആശ്രയിച്ചാൽ ലോകാരാധ്യമായ ശക്തി ഉണ്ടാവും. ഹിരണ്യശിപുവിന് ഉണ്ടായത് ആ ശക്തിയാണ്. ബ്രഹ്മാവിനെ ആശ്രയിച്ചത് മൂലമുണ്ടായ അദ്ദേഹത്തിന്റെ ശക്തിയുണ്ട്, പ്രഭാവമുണ്ട്. ദേവേന്ദ്രൻ ഓടി രക്ഷപ്പെട്ടു ദേവലോകത്തിൽ നിന്ന്. അഷ്ടദിക്പാലന്മാരെ മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കി ലോകഭരണം മുഴുവൻ ഹിരണ്യകശിപു ഏറ്റെടുത്തു. ദേവന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ച അദ്ദേഹം ദാസന്മാരാക്കി മാറ്റി തന്റെ കൊട്ടാരത്തിന്. ദേവന്മാരെല്ലാവരും കൂടി പാലാങ്കിലേക്ക് സ്തുതിച്ചു.
ഭഗവാനെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അങ്ങിങ്ങനെ ഇവിടെ കൊടുങ്ങലും കൂട്ടി ചിരിച്ചോണ്ട് കിടന്നാൽ മതിയോ? ഒന്ന് നോക്കണ്ടേ, മോണിറ്റർ ചെയ്യണ്ടേ? സപ്താഹത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരെ ഞാൻ മോണിറ്റർ ചെയ്യാൻ എത്ര ആള് വന്നു, ഇപ്പൊ തിരുവേലി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്തെങ്കിലും മോണിറ്റർ ചെയ്യാനില്ലേ? അതുപോലെ മോണിറ്റർ ചെയ്യണ്ടേ? ഇതിങ്ങനെ നോക്കിയിരുന്നാ മതിയോ? അങ്ങനെ ശ്രദ്ധിച്ചു വിട്ടോട്ട് ഇവിടെ അങ്ങനെ ചിരിച്ചിരുന്നാ മതിയോ? ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അങ്ങനെ അറിയാമോ? യഥാദേവേഷു വീതികേഷു ഘോഷു വിപ്രേഷു സാധുധർമ്മേ വൈ ചരിദ്വേഷ ഒരാള് കൊല്ലപ്പെടാൻ ചില യോഗ്യതകളും ധർമ്മങ്ങളെ ആക്രമിക്കുക, ദേവന്മാരെ ആക്രമിക്കുക, വേദങ്ങളെ ആക്രമിക്കുക, പിന്നെ എന്നെ ആക്രമിക്കുക, അവന്റെ മരണം വരുത്തുന്നതാണ് അർത്ഥം. എന്റെ ഭഗവാനെ ഇതൊക്കെ എപ്പോഴേ നടന്നിരിക്കും? ഇതൊന്നും അങ്ങനെ കൊടുങ്ങയും ചെയ്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? ധർമ്മദേവനില്ല, നാമജപമില്ല. ദേവന്മാരായ ഞങ്ങളെ കൊട്ടാരത്തിലെ കാവൽക്കാരാക്കി മാറ്റി അവൻ വേദങ്ങളെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. എവിടെ വൈദിക ധർമ്മം? എന്നാൽ നിർവൈരായ പ്രശാന്തായ സ്വസ്ഥായ മഹാത്മനെ പ്രഹ്ലാദായ യഥാദ്രുഹേണി. എപ്പോഴാണോ നിർവൈരനായ പ്രശാന്ത സ്വഭാവക്കാരനായ എന്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ, ആ പ്രഹ്ലാദനെ തൊട്ടാൽ അവൻ എത്ര വരം നേടിയാലും ശരി കൊന്നുകളഞ്ഞിരിക്കും ഞാൻ. ദൈവങ്ങളുടെ സന്തോഷമായി എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിയോ മുന്നിൽ നിന്ന്? അങ്ങനെയാണ് 4 കുട്ടികൾ, പ്രഹ്ലാദൻ, അനുഹ്ലാദൻ, ഹ്ലാദൻ, സിംഹിക, 4 കുട്ടികൾ. ഹിരണ്യേശ്വരൻ അവസരം പോയ സമയത്ത് അദ്ദേഹത്തിന്റെ പത്നി കയാധു ഗർഭിണിയായി 5ാമത് പ്രസവിച്ചു. അവരിൽ ഏറ്റവും അധികം മഹാനായിട്ടുള്ള ആള് പരീക്ഷിത്തെ ഏറ്റവും ഇളയപുത്രനാണെങ്കിലും ഗുണങ്ങളെ കൊണ്ട് അവൻ ഏറ്റവും മൂത്ത പുത്രനായിട്ട് മാറി. കാരണം സജ്ജനത്തിന്റെ പരമകാഷ്ഠയിലിരിക്കുന്ന ടോപ്പിലിരിക്കുന്ന ആൾക്കാർ പോലും പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങളെ പ്രഹ്ലാദൻ അനായാസനെ പ്രദർശിപ്പിച്ചു. ബ്രാഹ്മണന്മാരെ കണ്ടാൽ ഇത് നമസ്കരിക്കുക, വായ തുറന്നാൽ സത്യം മാത്രം പറയുക, ഇത് മാത്രമല്ല സന്ധ്യയായി കഴിഞ്ഞാൽ ആളുകളോട് സംശയത്തോടെ പെരുമാറുക, ഈ ഇന്ദ്രിയപരമായ ഒരു കാര്യങ്ങളിലും താല്പര്യമില്ലാതിരിക്കുക, സജ്ജനങ്ങളെ കാണുമ്പോൾ വീട് നമസ്കരിക്കുക, വിഷമിക്കുന്നവരെ കാണുമ്പോൾ സ്വന്തം അച്ഛന്മാരെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുക, പിന്നെ സദൃശന്മാരായ കൂട്ടുകാരൊന്നും തന്നെ പോലെ തന്നെ സ്നേഹിക്കുക, ഗുരുക്കന്മാരിൽ ഈശ്വരഭാവത്തിൽ അവരെ വേണ്ടി നമസ്കരിക്കുക. ഇതൊക്കെ സജ്ജന ലക്ഷണമാണ്. നിങ്ങൾ സ്വയം ഇതൊന്ന് പരിശോധിച്ചോളും. ഉള്ളവരാണെങ്കിൽ സജ്ജനമാണ്, അല്ലെങ്കിൽ അതിന്റെ വിപരീതമാണ്. ഈ വക ഗുണങ്ങളുണ്ടോന്നോ? ഗുരുക്കന്മാരെ കാണുമ്പോൾ പ്രായഭേദമന്യേ അവരെ ഈശ്വരനായി കണ്ടുകൊണ്ട് നമസ്കരിക്കുക. തന്റെ ഒപ്പമുള്ള ആൾക്കാരെ സഹോദരന്മാരായിട്ട്, അത് സ്വന്തം അമ്മയും പിറന്നവരായിട്ടുള്ളതൊന്നുമില്ല, നാട്ടിലെവിടെ വെച്ച് പരിചയപ്പെടുന്ന ആളുകളും തന്റെ ഒപ്പമാണെങ്കിൽ അവരെ സഹോദരൻ സ്നേഹിക്കുക. വിഷമിക്കുന്നവരെ കാണുമ്പോൾ വിഷമിക്കുന്നവരെ നിരുപാധികമായി കുട്ടികളെ വിഷമത്തിൽ നിന്ന് കരകയറ്റുന്നത് പോലെ അവരെ വിഷമത്തിൽ നിന്ന് കരകയറ്റുക. നേരത്തെ പറഞ്ഞു 3 കാര്യങ്ങളെ കൊണ്ട് ഒരു മനുഷ്യന് അഹങ്കാരം ഉണ്ടാവാം. വിദ്യ, സമ്പത്ത്, സൗന്ദര്യം, അതുപോലെ ആഢ്യത്വം, ഗുണമഹിമ. പക്ഷെ ഇത് എല്ലാം നല്ല വിദ്യ, നല്ല സമ്പത്ത്, നല്ല സൗന്ദര്യം, നല്ല ഗുണമഹിമ. ഹിരണ്യകശിപുവിന്റെ മകനാണ്, ഏക ഛത്രാധിപതി. ഹിരണ്യകശിപുവിന്റെ മകനാന്ന് പറയുമ്പോൾ തന്നെ ഗുണമഹിമയെ കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ? പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ ചൂണ്ടുകളിൽ നിർത്തിയ ഛത്രാധിപതിയുടെ മകന് പാരമ്പര്യത്തിൽ അത് ഗുണമുണ്ടാവോ? പക്ഷെ മാനസ്തംഭ വിവർജിത. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കും, സ്തംഭം പോലെ. ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ മതി. ഇതിലേതെങ്കിലുണ്ടായാൽ തന്നെ ഞാൻ ആരാന്ന് ചോദിച്ചുകൊണ്ട് സ്തംഭം പോലെ ഇരിക്കുന്ന ആൾക്കാർ തന്റെ കഴിവിൽ, തന്റെ ഭാഗ്യത്തിൽ
അഭിഗമിക്കുന്നവൻ എങ്കിൽ പ്രഹ്ലാദിന്റെ ക്വാളിറ്റി അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ പ്രഹ്ലാദിന്റെ ചില ശീലങ്ങൾ ഹിരണ്യേശ്വരന് ധരിച്ചില്ല. ഇടയ്ക്ക് കരയും. കുട്ടികള്, ചെറിയ കുട്ടികൾ 5 വയസ്സായിട്ടു. പ്രഹ്ലാദിനോടുള്ള ഈ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ സ്ഥലത്തില്ലാത്ത സമയത്താണ് കയാധു അവന് ജന്മം കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് ഇളയപുത്രൻ, രണ്ടാമത് ജനിക്കുന്ന സമയത്ത് കണ്ടില്ലേ, അതിന്റെ ഒരു വാത്സല്യം ഹിരണ്യേശ്വരന് എക്സ്ട്രാ ഉണ്ട്. ആ പ്രഹ്ലാദനെ കാണുന്ന സമയത്ത് എടുത്തുമ്പോ ഞാൻ ആഗ്രഹം. പക്ഷേ ഇവൻ കാണിക്കുന്നത് മുഴുവൻ വിഷ്ണുഭക്തന്മാരുടെ സ്വഭാവം, തന്റെ ശക്തിയെ ആശ്രയിക്കുന്നവരുടെ സ്വഭാവമാണ് ഇവൻ കാണിക്കുന്നത്. അതുകൊണ്ട് പരസ്യമായിട്ടുള്ള ലാളനം ഹിരണ്യേശ്വരൻ വേണ്ടാന്ന് വെച്ചു. ഇടയ്ക്ക് കരയും. കരയാൻ കാരണം ഭഗവാൻ അപ്രത്യക്ഷമായി ദുഃഖത്തിൽ കരയും. ഭഗവാനെ കിട്ടിയ സന്തോഷത്തിൽ നാരായണ നാരായണ എന്ന ശബ്ദം കേട്ടാൽ നഖം മുതൽ മുഖം വരെ ദേഷ്യം ഇറക്കുന്ന ഹിരണ്യേശ്വരന് തൽക്കാലം ദേഷ്യമില്ലേ, കാരണം തന്റെ കുട്ടിയോടുള്ള സ്നേഹം കാരണം. ഇതൊരു ഗുണമാണ്. കാണുന്നതിലും കേൾക്കുന്നതിലും ഇതൊന്നുമല്ല വസ്തുത എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രഹ്ലാദൻ ഈ ലോകത്തെ കണ്ടത്. ഇതാണ് പ്രഹ്ലാദൻ നമുക്ക് തരുന്ന സെൻസ്. ഈ ലോകം ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ആരെങ്കിലും വിശ്വസിക്കോ? ഈ ഞാൻ ശനിയാഴ്ച 8:15 ആയിട്ടില്ല എന്നും ഞാൻ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് ഉറങ്ങല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഏതായാലും ഞാൻ വിശ്വസിക്കില്ല, കാരണം ഞാൻ കാണുന്നത്. അപ്പൊ ഇല്ലാത്തതാണ് എന്നുള്ളതിന്റെ അർത്ഥം ഇല്ലായ്മയുള്ളതാണ് ആ അർത്ഥത്തിലാണ് ഇല്ലാത്തതാണെന്ന് പറയുന്നത്. ഇല്ലായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പെരുമാറുന്ന ഏത് വസ്തുവും പേര് മാറും. മനസ്സിലായില്ലേ? പെരുമാറുന്ന വസ്തുവില്ലേ, പെരുമാറുന്ന വസ്തു ആയിരിക്കാം. വീട്, ബന്ധുക്കള്, കൂട്ടുകാര്, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇങ്ങനെയൊക്കെയാണോ? ഇവരുടെയൊക്കെ പേര് മാറും. ഒറ്റ പേരാണ്. എപ്പോഴാ ഒരു പേരാണ് നല്ല രസമുണ്ടാവുക. പഞ്ഞിങ്ങനെ വെച്ചിട്ട് അത് സെൽഫി എടുക്കാൻ ആരും ഉണ്ടാവില്ല. അദ്ദേഹം സെൽഫി എടുത്തതാണ്. സെൽഫി എടുത്തത് ചെറുതോണി കാണുന്ന ചോദിക്കുന്നതാണ്. സെൽഫി എടുത്തതാ. പക്ഷെ അപ്പൊ സെൽഫി എടുക്കാൻ ആരുമില്ല. ഈ സമയത്താണ് പേര് മാറി നമ്മൾ ഒറ്റ പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഇതാ പ്രഹ്ലാദിനെ സംബന്ധിച്ചിടത്തോളം ഗുണേഷു അവസ്തുതിക്, ഇതൊന്നും വസ്തുതയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ദാന്തേന്ദ്രിയ പ്രാണ ശരീരത്തിൽ സദാ പ്രശാന്തകാമ രഹിതാസുര രഹിതാസുര അസുര ധർമ്മപുത്ര അസുരനാണെങ്കിലും ആസുരഭാവം ഇല്ലാത്ത അസുരനായിരുന്നു. യസ്മിൻ മഹാത്മാരാജൻ, ഇത്രയധികം ഗുണങ്ങളുള്ള ആ പ്രഹ്ലാദനെ ഉപദ്രവിച്ച് കൊല്ലാൻ നോക്കും. ഹരികഥകൾ പാടുന്ന സമയത്ത് ഭക്തിയെ കുറിച്ച് പറയുന്ന സമയത്ത് ശത്രുക്കൾ പോലും, ദേവന്മാർ പോലും പ്രഹ്ലാദനെ കുറിച്ച് പറയാതെ ഭക്തിയെ കുറിച്ച് പറയില്ല. നമുക്ക് സപ്താഹത്തിൽ നൃസിംഹാവതാരം ഇല്ലാത്ത പ്രഹ്ലാദനെ കുറിച്ച് പറയാത്ത സപ്താഹം ആലോചിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അതാണ് സജ്ജനങ്ങളുടെ ആഹാരം. ആ ശത്രു പോലും അദ്ദേഹം ഏറ്റവും അധികം പ്രശസ്തരായിട്ട് മാറി. ആ ഉണ്ണിയെ കൊല്ലാനാണ് ഹിരണ്യേശ്വരൻ കാരണമുണ്ടായി. സ്വഭാവം മാറ്റാൻ വേണ്ടി വിദ്യാഭ്യാസം പ്രവേശിച്ചു. വിദ്യാഭ്യാസം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ പ്രമുഖ ചെയ്യാൻ വേണ്ടി ഉണ്ണിയെ വിളിപ്പിച്ചു ഗുരുനാഥന്മാരോടൊപ്പം. ഉണ്ണിയെ കണ്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് മടിയിലെത്തി ആ തലമുടിയിലിങ്ങനെ തലോടി ചോദിച്ചു, ഉണ്ണി പ്രഹ്ലാദ, നിന്നെ കാണുമ്പോഴാണ് അച്ഛന് ചിരി വരുന്നത്. നിന്റെ അച്ഛൻ ഭയങ്കര ഏർപ്പെടുത്തക്കാരനാ, മീശ ഇങ്ങനെ വിറപ്പിച്ച് ഇരിക്കുന്ന ആളാ അച്ഛൻ. പക്ഷെ നിന്നെ കാണുമ്പോ ഈ മീശ താഴ്ന്നു പോകുന്നു, അച്ഛന് കണ്ണുനീര് വരുന്നു, ചിരി വരുന്നു, രോമാഞ്ചം വരുന്നു.
നീ നിനക്ക് പഠിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം പറ. ആ വിഷയത്തെ അച്ഛൻ പഠിപ്പിക്കാം. പ്രഹ്ലാദൻ വിഷയമുണ്ടായില്ല. പ്രഹ്ലാദന്റെ കൈ കണ്ണൻ സാർ പറഞ്ഞു, അച്ഛാ എനിക്ക് വനംഗതോയെന്ന് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ ഹരിയെ ആശ്രയിക്കുക. എനിക്ക് ഭഗവാനെ ആശ്രയിക്കുന്നതാണ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം. എനിക്ക് ഇവിടെ ഇല്ല, ഈ തിക്ക് തിരക്കിൽപ്പെട്ട ജീവനെ ഇവിടെ ജീവിക്കാൻ താല്പര്യമില്ല. ഇവിടെ ആകെ ഗുരുകുലത്തിൽ എന്നാൽ ഇന്റർവെല്ലും ക്ലാസ്സിൽ അധ്യാപകനില്ലെങ്കിൽ അപ്പൊ തന്നെ ബഹളം. എനിക്ക് അതിന്റെ ഇടയിൽ നിന്നിട്ട് ധ്യാനിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിരുന്നു, അച്ഛൻ നടത്തി തരുമോ? പ്രോമിസ് ആക്ഷൻ കാണിച്ചു ആര്? എന്നാൽ എനിക്ക് വേണ്ടത് വനം ഗത, എനിക്ക് കാട്ടിൽ പോയിട്ട് ഹരിയാശ്രയിക്കണം, അല്ലാതെ ഇവിടെ നിന്ന് ഹരിയാശ്രയിക്കാൻ താല്പര്യം. ആ മുഖം മുതൽ നഖം വരെ പെരച്ചു ഉദ്ദേശിച്ചുകൊണ്ട് പക്ഷെ പുത്രനായതുകൊണ്ട് വിളിച്ചു. അതെ, കാട്ടിൽ പോയി താമസിക്കണമെന്നാണോ ഈ പഠിപ്പിക്കുന്നത്? നീ അവിടെ അവന് സമാധാനം ഇല്ലാതെ ഇതേവരെ ഇവിടെ നിന്ന് ആവശ്യിച്ചിരുന്നു എന്നുള്ള ഒറ്റ കുഴപ്പമുണ്ട്. ഇപ്പൊ നിങ്ങൾ ആവശ്യമാണോ പഠിപ്പിക്കുന്നത്? തമ്മിൽ അതിന് ശരിയായി തരാം. അവനവിടെ പോയി ശിക്ഷിക്കാന്നോ? എടുത്ത വണ്ടി കൊണ്ട് അടിച്ചുവെങ്കിലും എടുത്ത വണ്ടി തിരിച്ചടിച്ചു എന്നല്ലാതെ പ്രഹ്ലാദന് ചെയ്യാൻ പറ്റിയില്ല. ഇവൻ എന്തോ ഒരു മാജിക് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. കാരണം തൊട്ടാ അവൻ അപ്പം ആരാകുന്നത്. എന്ത് പറഞ്ഞാലും ഒരാളെ കാണുമ്പോൾ തന്നെ ഇവൻ ഒരു ടോണിക് കഴിക്കണം എന്നാണ്. തമ്പുരാനെ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അപ്പ ഇവൻ നാരായണൻ മതി ചോദിച്ചു. രണ്ടാമത്തം ഹിരണ്യേശ്വരനെ കാണിക്കാൻ കൊണ്ടുവന്നപ്പോ ഗുരുനാഥന്മാർ എന്ത് ചെയ്യുന്നു? അച്ഛനെ കൊണ്ടുവന്നില്ല. കാരണം എങ്ങാനും കാട്ടിൽ പോണെന്ന് പറഞ്ഞാൽ ആ വാളെടുക്കും, എന്നിട്ട് ഒന്നിങ്ങനെ കാണിക്കും, പിന്നെ തല തപ്പി നോക്കേണ്ടി വരും കഴുത്തിന്റെ മുകളിൽ. കാരണം അത്ര ദേഷ്യമാണ് ഈ ഹരിയെ ഹിരണ്യേശ്വരൻ. അതുകൊണ്ട് ദേഷ്യം മേടിച്ചത് കയാധനെ കൊണ്ടുപോയത്. കയാധനെ കുളിപ്പിച്ചു, പീതാംബരം അണിയിച്ചു, ഗോപിക്കുറി തൊഴിച്ചു, പുലികം നീട്ടിയെഴുതി, മുടി കെട്ടിവെച്ചു, ഒരു ഉത്തരീയം വെച്ചു, നല്ല നല്ല കിങ്ങിണി മാലകൾ ചാപ്പിച്ചു, ഒരു നെയ്പി വെച്ചാൽ തനി ഭഗവാൻ. അങ്ങനെ ഒക്കെ തിരുത്തി കൊണ്ടുവന്നു. ഇതാ പ്രഹ്ലാദനുണ്ട്. പണ്ട് ഭാര്യമാര് മുമ്പിലേക്ക് വരില്ല. ഭർത്താവിന്റെ പിന്നിൽ വാതിലിന്റെ പിന്നിലെ ഭാര്യമാര് ഉണ്ടാകും. ഭർത്താവ് മകനെ കാണുമെന്ന് പറഞ്ഞാൽ തന്നെ മകനെ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ തിരിച്ച എടി എനിക്ക് മകനെ കാണാൻ പറ്റുമോ? അത് കണ്ടുപോക്കോളൂ എന്നാണ് ഇപ്പോ. പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ടത് വിപരീതമായിരുന്നു. അതുകൊണ്ട് കയാധന ചെയ്തു. പിന്നിൽ ആ ഒന്നറപ്പടിക്കപ്പുറം പ്രഹ്ലാദനെ നിർത്തി കയാത് പോയി വേച്ചുവേ എടുത്തു, ഉമ്മ വെച്ചു, മടിയിൽ വെച്ചു. അങ്ങനെ കുട്ടികളെയൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറില്ലേ? കവളൊക്കെ പിടിച്ചിങ്ങനെ അമർത്തും, ചുണ്ട് പിടിച്ച് വലിക്കും, മൂക്ക് പിടിച്ച് ഭാഗ്യം കണ്ണൊന്നും കുത്തിപ്പിടിക്കുന്നില്ല. നല്ല കണ്ണാന്ന് പറഞ്ഞു. കാരണം സ്നേഹം കൊണ്ട് നിന്നെ ഞാൻ കൊല്ലും. ഏതാ സ്നേഹം കൊണ്ട് കൊല്ലാൻ തന്നെയാണ് യേശുവിന്റെ ഭാവം. യേശു ചോദിച്ചു, കിഞ്ചിതുത്തമം. നേരത്തെ ചോദിച്ചത് ഗുരുനാഥന്മാരെ പഠിപ്പിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്? നീ പഠിച്ച വിഷയം ഇഷ്ടപ്പെട്ടത് എന്നായിരുന്നു നേരത്തെ ചോദിച്ചത്. ഇത്തവണ ചോദിച്ചത് ഗുരുനാഥന്മാരെ നിന്നെ ശിക്ഷിച്ചതിൽ ഏതാണ് നിനക്ക് ഇഷ്ടപ്പെട്ട വിഷയം? അവിടെ പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം ഗുരുനാഥൻ നാരദൻ വിഷയം. നാരദൻ പറഞ്ഞു കൊടുത്ത ഭക്തിയുടെ 9 സ്റ്റേജുകൾ: ശ്രവണം, കീർത്തനം, വിശ്വാസമരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. 9 സ്റ്റേജുകൾ. സധൈര്യം അച്ഛന്റെ മടിയിൽ വെച്ച് ഉച്ചത്തിലെല്ലാം ചോദിച്ചു. ഇവിടെ നമുക്ക് നാമം ജപിക്കാൻ തന്നെ പേടിയാണ് ആൾക്കാർ. അങ്ങനെ നോക്കിയിട്ടാ നാമം ജപിക്കുന്നത്. ആരെങ്കിലും കാണൂ, കണ്ടാ പ്രശ്നവും. ഏകഛത്രാധിപതിയായിട്ടുള്ള ഹിരണ്യേശ്വരന്റെ മടിയിൽ നിന്ന് ഒരു ക്രൂശനുണ്ടായിരുന്നില്ല. ഭക്തി വളരെ പ്രത്യേകതയാണ്, നിർഭയത്വമാണ്. പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമില്ല.
ശ്രവണം കീർത്തനം വിഷ്ണോസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. കേൾക്കുക, പറയുക, ഓർക്കുക, സേവനം ചെയ്യുക, അർച്ചിക്കുക, വന്ദിക്കുക, ദാസ്യഭാവത്തിൽ കൈകാര്യം ചെയ്യുക, സഖാവെന്ന് വിളിക്കുക, ആത്മാവിനെ തന്നെ സമർപ്പിക്കുക. ഇതാണ് ഭക്തിയുടെ 9 ഭാവങ്ങൾ. ഇതിനെ 9 സ്റ്റെപ്പായിട്ട് പറയാം. കേൾക്കുക, അതിന് 9 സ്റ്റെപ്പായിട്ട് പറയാം. 9 ഭാവങ്ങളായിട്ട് അതിന് പറയാം. നിങ്ങൾക്കൊക്കെ ശ്രമഭക്തിയാണ്, മനസ്സിലായില്ലേ? ഇപ്പോ 4 കൊല്ലായിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നതിനെ ആശ്രയിച്ച് 6 ആട്ട് കഴിഞ്ഞ് ഒന്നിങ്ങനെ വീഴും. ആ മുന്നേലിന് നല്ലോണം തേച്ച് കഴിഞ്ഞു. അതോടുകൂടി എന്ത് കഴിഞ്ഞു? ഇവിടെ കേട്ടത് കഴിഞ്ഞു. ഇനി അർത്ഥമല്ലാവാം. അത് ശ്രവണ ഭക്തിയാണ്. കീർത്തന ഭക്തിയും നിങ്ങൾക്ക് ഒരു പരിധി വരെയുണ്ട്. അത് ഞാൻ പറഞ്ഞ മാത്രമേ ഉള്ളൂ. ഹരേ രാമ തിരുമേനി മൊത്തമില്ല ചെയ്യുക. കാരണം അയാൾ ഓഫായാൽ അപ്പൊ ഓഫാണ്. കീർത്തനം വിഷ്ണോസ്മരണം ഇല്ല തന്നെ. ഓർമ്മയുണ്ടോ ഭഗവാനെ? എന്താ ഈ വായനക്കാലത്ത് ദീപാരാധനയ്ക്ക് വരാമെന്നാണ് സാധാരണ ദിവസങ്ങളിൽ ഈ സമയത്ത് കൂടെ വീട് എന്തൊക്കെയായിരുന്നു ഇതൊക്കെ ഇന്ന് കണ്ട് മനസ്സിനെ ദൂഷിപ്പിക്കാനല്ലാണ്ട് സാധാരണ ദിവസങ്ങളാണെങ്കിലും ഇവിടെ എത്ര പേര് വരുന്നത് ഞാൻ എല്ലാ കൊല്ലവും കൈ ഉയർത്താൻ പറയാറുണ്ട്. ഓരോ കൊല്ലവും കയ്യിലെ എണ്ണം കുറഞ്ഞു വരാറുണ്ട്. അതുകൊണ്ട് നാണം കെടാൻ ഞാനില്ല. സ്മരണം, ഭഗവാനെ ഓർക്കുക. ഓർത്താലാണ് മാഹാത്മ്യം. പാദസേവനം ഒരു തരത്തിലുള്ള ഭക്തിയാണ്. ആ ഭക്തിയാണ് നമ്മളൊക്കെ പറയുന്ന ഈ ഭക്തി. ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക, അല്ലാണ്ട് വെറുതെ അമ്പലത്തിൽ പോയി കാശി. ഈ അമ്പലത്തിലേക്ക് ചെലവ് ചെയ്യാന് ഏതോ ദുർവ്യയം ആണ് നമ്മളെ വിചാരം. എന്നാൽ സന്ധ്യാസമയത്ത് ആ ക്യൂവിൽ പോയി നിന്ന് 1000-ന്റെയും 2000-ന്റെയും കണക്ക് പറഞ്ഞ് മേടിക്കുന്ന ഒരു സാധനം, അതിലൊരു പ്രശ്നമില്ല. അമ്പലത്തിൽ അന്നദാനത്തിന് കൊടുക്കുന്നതൊക്കെ ചീത്ത പരിപാടിയാണ്. ആ സമയങ്ങളിൽ 2 പേർക്ക് ഹോട്ടൽ മസാല ദോശ വാങ്ങി കൊടുക്കണോ, ഈ മസാല ദോശ വാങ്ങി കൊടുക്കണോ എന്ന് ഒരാൾ പറഞ്ഞാൽ ഉറപ്പിക്കാം അയാൾ ഒരു വീണ്ടോടെ പോലും മറ്റൊരു മേടിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. ആ ഡയറി വേണം. ചെയ്യുന്നവൻ പറയില്ല, പറയുന്നവൻ ചെയ്യില്ല. അതാണ് പാദസേവനം എന്ന് വെച്ചാൽ ശരിക്കും ഈശ്വരഭാവത്തിൽ തന്നെ എല്ലാവരുടെയും ഏത് ജീവജാലങ്ങളുടെയും, ഈ ചെറിയ കുട്ടികളുടെയും, ഈ മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരുടെയും, ഈ പ്രായമായിട്ടുള്ള ആൾക്കാരുടെയും ഒരേ ഭാവത്തിൽ എല്ലാവരോടും ഇടപെടുക നാം പാദസേവനം. അർച്ചനം, അർച്ചിക്കുന്ന ഭാവം, അത് പൂജാവിധി. വന്ദനം, അത് നമ്മുടെ കർമ്മയോഗം. ആൾക്കാരെ കാണുമ്പോൾ വന്ദിച്ചുകൊണ്ട് സംസാരിക്കുക. ദാസ്യം, അത് കർമ്മയോഗത്തിന്റെ മറ്റൊരു ഭാവം. എല്ലാ കാര്യങ്ങളും ആര് പറഞ്ഞാലും സമൂഹത്തിലാണെങ്കിൽ നിരുപാധികം ആശ്രയിക്കുക. സഖ്യം, എല്ലാവരുമായിട്ട് പ്രേമം, എല്ലാവരുമായിട്ട് സൗഹൃദം. പിന്നെ ആത്മനിവേദനം. ജനിച്ചത് മുതൽ, വിവേകം ഉദിച്ചത് മുതൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഈ ശരീരത്തിനെ സമർപ്പിക്കുക, ഈ ജീവിതത്തിനെ സമർപ്പിക്കുക. ഈ അവസരത്തിൽ നമ്മളെല്ലാം കുട്ടികൾ ഇവിടെ ഓടി നടന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് ഓർക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഈ പന്തങ്ങളായാലും അടുക്കളയിൽ അവരുടെ കൈകാര്യമായാലും അടുക്കളയിൽ അവര് നിങ്ങൾ ഊണ് കഴിക്കാൻ ചെല്ലുമ്പോൾ വിളമ്പിത്തരലായാലും ഇതിനു മുമ്പുള്ള പ്രീ വർക്കുകളും എല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മളിവിടെ ഓടി നടക്കുന്ന ഉണ്ണികൃഷ്ണന്മാരാണ്, കുട്ടന്മാരാണ്. ഇതാണ് ആത്മനിവേദനം. ഒന്ന് കൈയടിക്കാൻ ഒരാൾക്ക് തോന്നില്ല. ഇങ്ങനെ അത് സാനിറ്റൈസർ കഴിക്കുക. അതിന്റെ അമ്മമാരെ ചെയ്യുന്നത് അതാണ്. ആത്മനിവേദനം ചെയ്ത ആൾക്കാരാണ് അവരെ പഠിക്കുന്നവർക്ക്. ആ പഠിപ്പ് മുടക്കി ചിലർ മുടക്കുന്നു, ചിലർ കഴിഞ്ഞാൽ എന്നതാണ് കസേര ഈ പന്തങ്ങൾ ഉണ്ടാക്കിയവര്, അറേഞ്ച് ചെയ്തവര്,
അതേസമയം ആ അന്നദാനശാലയിൽ കാണാം. ഇതാണ് ആത്മനിവേദനം എന്ന് പറയുന്ന ഭാവം. മനസ്സിലായില്ലേ? അതൊരു ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചാവുമ്പോ ഏറ്റവും പുണ്യമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് മാറും. ഇത് പക്ഷെ യേശുവിന് പറഞ്ഞപ്പോ ഇതിന്റെ എക്സ്പ്രഷൻ ഒന്ന് മാറി. ആത്മാ ദേഷ്യം കണ്ണാനായിട്ട് മാറി. യേശുവോ വൃത്തികെട്ടവനെ, ഇത്ര വൃത്തികെട്ട ബുദ്ധി നിങ്ങളല്ല, വേറെയല്ല, നൈസർഗികം മതി. ഇവന്റെ നൈസർഗികമായിട്ടുള്ള ബുദ്ധിയാണ്. ജനിക്കുമ്പോൾ തന്നെ അന്തിമനസിത്രമായിരുന്നു. അന്തിമ നമസ്കരിക്കുമ്പോഴോ നാമകരിക്കുമ്പോഴോ അന്തിമനസിക്കില്ല. ഞങ്ങളോട് ചൂടായത് എന്താ കാര്യം? നൈസർഗിക ബുദ്ധിയാണ് ഇവന്റെ. മതിർന്ന അച്ഛന്റെ അനിയനെ ചെറിയച്ഛനെ ഭഗവാൻ കൊന്നുകൊണ്ടില്ലേ? എന്റേത് നിന്റേത് തന്നെ വിമോഹിത ബുദ്ധി മോഹിക്കപ്പെട്ടവരുടെ ഭഗവൻ മായയാൽ എന്റെ നിന്റെ എന്ന് ഒന്നുമല്ലാതെ വാസ്തവത്തിൽ ആരാണ് എന്റെ, ആരാണ് നിന്റെ? തസ്മൈ ഭഗവതേ നമഃ എന്നുകൂടി ഉറക്കം പറഞ്ഞു. ആരുടെ മായ കൊണ്ടാണോ എന്റെ നിന്റെ എന്ന ഭാവം ഉണ്ടാകുന്നത്, ആ ഭഗവാൻ നമസ്കാരം എന്ന് പറയുന്ന നിരസ്യത, കണ്ണുകളിൽ ഇരുട്ടുകകളിൽ കിരണിച്ചുകൊണ്ട് തന്റെ മകൻ ചെക്കൻ പിഞ്ചു കൊഞ്ഞ് മതിരുന്ന് ഇതാ തന്റെ നോക്കിയിട്ട് തന്റെ ശബ്ദത്തിന്റെ മഹാത്മ്യം പറയുന്നത് കേട്ടു. മകൻ എന്ന ഭാവം നടന്നു, ദേഷ്യം വർദ്ധിച്ചു, പുത്തരിക്കപ്പെടുത്ത് ഒറ്റ എറിഞ്ഞു. ആൾക്കാരെ വിളിച്ചു കൊല്ലണ ദൈവയെ ചന്ദനവനെ ജാതവയം കണ്ടകത്തുക എന്ന് വിഷ്ണു വിഷ്ണുവിനെ കൊല്ലാനുള്ള അറിവിന്റെ പിടിക്കണം ഇവന്റെ ശരീരം വെച്ച്. ഇവനെ കുന്നു വന്നിരിക്കണം ഇപ്പോ. അതുകൊണ്ട് ഇവന്റെ അച്ഛൻ ആരാണോ എന്റെ സഹോദരനെ കൊന്നത്, അതായത് ഇവന്റെ ചെറിയച്ഛൻ, ആ ചെറിയച്ഛനെ കൊന്ന വിഷ്ണുവിനെ സ്വന്തം ബന്ധുക്കളെയൊക്കെ വേണ്ടെന്ന് വെച്ച് ആ വിഷ്ണുവിനെ സുഹൃത്തായിട്ട് കാണുന്ന ഇവൻ ഇനി മുതൽ എന്റെ മകനല്ല, എന്റെ ശത്രുവാണ്. അവരൊന്നും കൊല്ലാൻ വേണ്ടി പലതരത്തിൽ നോക്കി, പലതരത്തിൽ നോക്കിയിട്ടൊന്നും കൊല്ലാൻ പറ്റില്ല. അവസാനം അവര് ഹിരണ്യശിവന്റെ മുമ്പിലേക്ക് തന്നെ 3 ദിവസം കഴിഞ്ഞപ്പോ വലിച്ചു. തമ്പുരാനെ കൊല്ലാൻ ഒരു സംശയം, കൊല്ലുന്നതിൽ ഡബിൾ ഡിഗ്രി അല്ലെങ്കിൽ ഡബിൾ PhD എടുത്ത ആൾക്കാരാണ് എനിക്കറിയാം. ഒരു ഏകതരത്തിൽ ഒരാളെ കൊല്ലാം എന്നുള്ളതിൽ PhD ഉള്ള ആൾക്കാരാണ്. തൊടാൻ പറ്റില്ല, ഞങ്ങൾ ഉറപ്പാ. ഈ പേര് ചെക്കനെ കൊല്ലാൻ പറ്റില്ലേ? ഡയലോഗ് പറയാം, നാണകമാർ ഇവനെ എങ്ങനെ കൊല്ലാമെന്ന് ഞാൻ കാണിച്ചു തരാം, തൊടാതെ കൊല്ലുന്നത് ഞാൻ കാണിച്ചു തരാം. അതല്ല തമ്പുരാനെ, അങ്ങയോട് നിരോധിച്ച നാരായണൻ നടന്നു. അതിന് വല്ലാത്ത ശക്തിയുണ്ട്. ഇത് പറഞ്ഞവൻ അവിടുന്ന് ഓടി. കാരണം ആ വാള് വരുന്നതിന് മുമ്പേ ഓടാൻ ചെയ്യാതിരുന്ന മറ്റുള്ളവർ പറഞ്ഞു അയാൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ പർവ്വതത്തിന് മുകളിൽ നിന്ന് എറിഞ്ഞു നോക്കി, നാരായണ ശബ്ദം കേട്ടു. ഞങ്ങൾ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് നോക്കി, നാരായണ ശബ്ദം കേട്ടു. വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കി, നാരായണ ശബ്ദം കേട്ടു. വിഷം കൊടുത്ത് നോക്കി, നാരായണ ശബ്ദം കേട്ടു. പട്ടിണിക്കിട്ട് നോക്കി, നാരായണ ശബ്ദം കേട്ടു. നാരായണ മനോഹരായിട്ടാണ് പാടുന്നത്. മനോഹര പാടാൻ ആ പാട്ട് കേൾക്കാനാ നിങ്ങൾ ഞാൻ അവളാണ് കാരണം. ഞാനില്ലാത്ത സമയത്ത് പ്രസവിച്ച് വളർത്തി എന്റെ ധർമ്മത്തിലെല്ലാം തല്ലിപ്പൊടിയാണെന്നും ആ വിഷ്ണുവിന്റെ ധർമ്മം ശ്രേഷ്ഠമാണെന്നും പറഞ്ഞ് പഠിപ്പിച്ചത് ആ അമ്മയാണ്. അവിടെ കൊണ്ട് ഞാൻ ഒരിക്കലും കാണിച്ചു തരാം. കയാതുഭാജകായി കഴിക്കുന്ന പാലിൽ കയാതുലാങ്കെ വിഷയത്തി നിർമ്മിച്ചു എന്നിട്ട് ഇങ്ങനെ കുരുക്കി ആ പാത്രം കയാതുവിന് കൈ കൊടുത്തു. നീ ജനിപ്പിച്ചവളെ നീ തന്നെ കൊല്ല, എനിക്ക് തൊടാൻ ഉറപ്പാണ്. ഇങ്ങനെ എന്റെ 5 പേരും ഇവൻ തികയില്ല, പക്ഷെ തൊടാൻ ഉറപ്പാണ്. ഞാൻ തൊടില്ല. ശുദ്ധജീവികൾ ദൈവങ്ങൾ വിശ്വഭക്തന്മാർ, നീയാണ് എന്നെ മനസ്സിലാക്കിയത്. വിഷ്ണുഭക്തൻ വളർത്തിയത് നീയാണ്.
ഞാൻ പറയുന്ന ധർമ്മങ്ങളെ മുഴുവൻ വിപരീതം പറഞ്ഞു കൊടുക്കും. അടുക്കളയിൽ പോയി ഭൂമുഖത്തേക്ക് നീ തലയാട്ടും, പിന്നെ അടുക്കളയിൽ പോയി നീ പറയുന്നത് മുഴുവൻ കേൾക്കും. അല്ലെങ്കിലും അമ്മമാരോടാണ് കുട്ടികൾക്ക് കൂടുതൽ അടുപ്പം. അതുകൊണ്ട് ലാളൻ വന്ന് നശിച്ചാൽ അതിന് ഉത്തരവാദി അമ്മയാണ്. ഇവന്റെ ശരീരത്തിൽ ഇതേ കൊണ്ട് ഞാൻ സമർപ്പിക്കും. പ്രഹ്ലാദൻ തട്ടിപ്പറിച്ചു. കാരണം അമ്മ നിന്നിങ്ങനെ കഴിയാം, അമ്മയ്ക്കാ അത് സാധിക്കും. കണ്ണിൽ നിന്ന് ഗംഗാജൽ പോലെ കുട്ടുകുടയാണ് കണ്ണീര് വരുന്നത് അമ്മയുടെ. ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് പേടിച്ചിട്ട്. അമ്മയുടെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി കഴിച്ചു. ഇങ്ങനെ കാണിച്ചു. ഇവന്റെ ശരീരം നമ്മൾ കത്തിക്കുന്നില്ല, അടിക്കെട്ട് പോകും. ക്ഷുദ്രജീവി. ഒരു കാര്യമില്ല, ഈ ശരീരത്തെ നമുക്ക് ചുടലപ്പറമ്പിലേക്ക് വലിച്ചേക്കാം. വന്നിരിക്കട്ടെ, കൽക്കന്മാർ കൊത്തിപ്പറിക്കട്ടെ, ഭാവിയിൽ ഹരിനാമം ജപിക്കുന്നവർക്കൊക്കെ ഇതാണ് ഫലം എന്നറിയണം. എന്നാലും ഇവന്റെ പൗരാവസ്ഥയിലും ഒന്നുകള ഇനി ഇവനെ ചുടൽപ്പറമ്പിലേക്ക് വലിച്ചെടുക്കുക. അതിനെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഗുണ്ടകളോട്. ഗുണ്ടകൾ പറഞ്ഞു, തമ്പുരാനെ ഒന്ന് അങ്ങോട്ട് നോക്കിയിട്ട് പറയും, ഇപ്പൊ തന്നെ ചുടൽപ്പറമ്പിലേക്ക് കൊണ്ടുപോകണോ എന്ന് ചോദിച്ചു. നോക്കിയപ്പോ ജീവനില്ലാത്ത ആൾക്കാരല്ലേ ചുടൽപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ, ജീവനുള്ളവരെ കൊണ്ടുപോകാൻ പറ്റുമോ? പ്രഹ്ലാദൻ വിഷം കഴിച്ചപ്പോ എനർജി കിട്ടിയ പോലെ മഹാദേവൻ വിഷം കഴിച്ച പോലെ. സാധാരണ വിഷം കഴിച്ചാൽ ആൾക്കാർ ഇരിക്കുക, അതിലൊരു സാമ്പിളാണ് നിങ്ങളുടെ ഈ കിട്ടുക. വിഷം കഴിച്ചാൽ ആൾക്കാർ ഇരിക്കുക, എപ്പോഴാ വീഴാൻ എങ്കിൽ അവിടെ പ്രഹ്ലാദൻ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ ഉറക്കം പറഞ്ഞു, നാരായണ ഇപ്പൊ പേടിയെ ഇനി ഇവന്റെ കൈ കൊണ്ടായിരിക്കോ എന്റെ മരണം. കാരണം ഇവനെ ഇത്രയധികം കൊല്ലാൻ നോക്കിയിട്ട് ഞാനാണെന്ന് അറിയാം. വളർന്നു വന്നാൽ ഇവൻ എന്നെ ജയിലിലടച്ച് എന്നെ കൊന്നാലോ എന്നുള്ള പേടിക്കുന്നതായി ഏത് ചത്രാധിപതിക്കും അവസാനം നിങ്ങൾ ചരിത്രം നോക്കുമോ? ഹിരണ്യകശിപുവിന്റെയും യോഗം അത് തന്നെയാണ്. ലോകം അടക്കി പിടിച്ച ആൾക്കാർക്കൊക്കെ താൻ ആരെയാണോ വിശ്വസിച്ചത് ആ ആൾക്കാരെ തന്നെ അവരെ കൊല്ലുന്ന അവസ്ഥയുണ്ടായിരുന്നത്. ഇവിടെ ഹിരണ്യകശിപുവിനെ ഒരു തരത്തിൽ കൊല്ലാൻ കാരണം പ്രഹ്ലാദൻ തന്നെയാണല്ലോ. പക്ഷെ ഇവൻ തന്നെ കൊല്ലുമെന്നാണ് വിചാരിച്ചത്. ഗുരുദാസ്മാര് പറഞ്ഞു, തമ്പുരാൻ വിശ്വസിക്കണ്ട, തമ്പുരാൻ വിശ്വസിച്ചാൽ എങ്ങനെ കൂടി ഒരു അപമാനമാണ്. ഈ ലോകം മുഴുവൻ അവിടുത്തെ ചുണ്ടുകളിൽ കിടുകിട നിറയ്ക്കുന്നുവെങ്കിൽ അങ്ങ് എന്തൊരു ശത്രുവാണ്. അങ്ങ് ദേവനെ പോലും ജയിച്ച ആളാ. അങ്ങനെയാണ് അവിടുന്ന് പരാജയപ്പെടുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ഇവനെ നേരിക്കോളാം. ഹിരണ്യകശിപു പറഞ്ഞു, ഏത് വിധത്തിലായും ശരി, ഒന്നുകിൽ ഇവനില്ലാതെയാവണം, അല്ലെങ്കിൽ ഞാനില്ലാതെയാവണം. ഞങ്ങൾ നിങ്ങളാവുന്നില്ല ഇനി ഭൂമിയിൽ കൊണ്ടുപോയി ആ വരുന്ന പ്രാവശ്യം കൊണ്ട് ഗുരുകുലത്തിൽ ഇരുമ്പ് നൂലിൽ കെട്ടിയിരുന്നു. കൂട്ടുകാരന്മാർ നമുക്ക് ഗംഭീരമായിട്ട് ഉപദേശിച്ചു. ഏറ്റവും നല്ല സമയം ഇതുപോലെ കെട്ടിക്കെട്ടിരിക്കുമ്പോഴാണ്. കാരണം എന്താ വെച്ചാൽ കൂട്ടുകാരെ കിട്ടില്ല. അല്ലെങ്കിൽ ഫുട്ബോളും ക്രിക്കറ്റും കബഡിയും ഹോക്കിയും ഫുട്ബോളൊക്കെ ആയിട്ടുള്ള കളിയായിരിക്കും കൂട്ടുകാരന്. ഈ സമയത്ത് ആരെങ്കിലും ആത്മോപദേശിക്കുന്നുണ്ടോ? സത്താഹത്തിന് മുഖത്തോട്ടിരിക്കുന്ന എല്ലാവരും മുഖത്തോട്ടിരിക്കണത്. പക്ഷെ ഇയാളെ താടി തങ്ങുന്നതായിരിക്കും കാരണം കൈ മാറിയപ്പോ ഇങ്ങനെയായില്ല. ഇയാൾക്ക് കറുപ്പടിച്ചൂടെ? ഇതാണ് ഈ നോട്ടത്തിന്റെ അർത്ഥം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് തന്നെ ഈ ആത്മോപദേശം മനസ്സിലാവും. ഈ ഓടിച്ചാൽ നടക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ പ്രശ്നത്തിന് തോന്നി നല്ല അവസരം കെട്ടിയിട്ടപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്നു. അവർക്ക് കളിക്കാനൊരു മൂടില്ല. കാരണം അവര് ഹീറോ പ്രഹ്ലാദന. ആ പ്രഹ്ലാദനെ കെട്ടിയിട്ടപ്പോൾ അവർക്ക് കളിക്കാനൊന്നും ഒരു താല്പര്യം. അവർ ചുറ്റും വന്നിരുന്നപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, കൗമാര ആചാര്യത്താൽ കുട്ടികളെ, അതെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണോ നിങ്ങൾ? അതെ, നമുക്ക് കുട്ടിക്കാലത്ത് നിന്നിട്ട് തുടങ്ങണ്ടേ? വേണം. ദുർലഭമാർഗം ജന്മം. അതെന്താ കാരണം? കാരണമില്ല. കാരണം നീ തന്നെ പറയണം. നമുക്ക് കുട്ടിക്കാലത്തന്നെ വേണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം ഈ മനുഷ്യജന്മം എപ്പോഴും കിട്ടുന്നതല്ല, എപ്പോഴാണെന്ന് ഇത് അവസാനിക്കുക എന്നറിയുന്നതല്ല. ബുദ്ധിമാന്മാര് നമ്മളെ പോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത കാലഘട്ടത്തിൽ
കുമാരന്മാരായിട്ടിരിക്കുമ്പോൾ തന്നെ നാമജപാദികൾ ആരംഭിക്കണം. പിന്നെ അതിനൊരു ഡെവലപ്മെന്റാണ് പ്രഹ്ലാദ് പറയുന്നത് ഉപദേശം. ഒരാൾ വിവാഹം ചെയ്താലുള്ള പ്രാരബ്ധം കുടുംബപോഷായ വിയം നിജായും തന്റെ ആയുസ് മുഴുവൻ കുടുംബത്തെ പോഷിപ്പിക്കാൻ ചെലവഴിക്കും. വിവാഹം കഴിക്കാത്തവർക്ക് ആ ചിന്തയില്ല. ഇവിടെ നോക്കിയാൽ അച്ഛനമ്മമാരെ നോക്കാൻ വിവാഹം ചെയ്യാത്ത ആൾക്കാർ എനിക്ക് ധാരാളം ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. അച്ഛനമ്മമാര് അവർക്ക് വയ്യാതെ നടക്കുമ്പോ ഇനി അവരെ താൻ കെട്ടുന്ന പെണ്ണ് വേണ്ടവസരത്തിൽ നോക്കിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് വിവാഹം ചെയ്യാത്ത ആൾക്കാർ സാമൂഹ്യ സേവന പോലീസുമാരാ സാമൂഹ്യ സേവനം നടക്കുന്നത്. അപ്പൊ ഈ വിവാഹം ചെയ്താൽ ഏറ്റവും ആദ്യത്തെ ഒരു ഗൃഹസ്ഥന്റെ ചിന്ത കുടുംബപോഷായ തന്റെ കുടുംബത്തിനെ പോഷിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും. അതിനുവേണ്ടി അവരുടെ ആയുസ് ചെലവഴിക്കും. സത്യമാണ്. അതല്ലേ ഇങ്ങനെ വിഷം കഴിച്ച പോലെ ഇരിക്കുന്നു. തന്റെ ആയുസ് പോയി എന്നിട്ട് അവസാനം മൂക്കിൽ പല്ല് വയ്ക്കുന്നതിന് 2 സെക്കൻഡ് മുമ്പേ ചിന്തിക്കും, കുറെ ആൾക്കാരെ ഞാൻ ദ്രോഹിച്ചു, കുറെ ആൾക്കാരെ എന്നെ ദ്രോഹിച്ചു, കുറെ ആൾക്കാരെ ഞാൻ സഹായിച്ചു, കുറെ ആൾക്കാരെ എന്നെ സഹായിക്കാതിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കണക്ക് കൂട്ടി തിരിച്ചു നോക്കുമ്പോ ലാഭമൊന്നുമില്ല, നഷ്ടമായിട്ടാണ് ഇയാൾ ഇവിടെ കെട്ടുകെട്ടിയത്. അത് ചോദിക്കും. അപ്പൊ ആയു വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ പ്രഥമ പരിഗണന കുടുംബത്തിനായി. എന്റെ കുടുംബം അത് എനിക്ക് ഏറ്റവും വലുതാണ്. എന്നാ അവർക്കോ അവർക്ക് ചെറുതാണ്. അവർക്ക് 10 പൈസയുടെ വിലയെങ്കിലും എനിക്ക് അറിയാവുന്നത് എന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്ന വീട്ടിൽ പുഷ്പാന്തങ്ങൾ അത് പെണ്ണായാലും ആണായാലും എല്ലാ തരത്തിലും ദുഃഖിക്കുന്നവനായി മാത്രം വർദ്ധിക്കുന്ന. നിങ്ങൾ നോക്കൂ, ഇപ്പൊ നിങ്ങളുടെ ഒരൊറ്റ സ്വാഭാവികമായിട്ടുള്ള ചിരി. മനസ്സിലായില്ലേ? ക്യാമറമാൻ നമ്മൾ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിച്ചാലായി. കാരണം താപത്രയ ദുഃഖിതാത്മാ, ദുഃഖമല്ലാതെ ഈ കുടുംബജീവിതത്തിൽ നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള പരമാർത്ഥ സത്യമാണ് കൊറോണ കാലത്ത് നിങ്ങളെ പോലെ ഇത്രയധികം ആൾക്കാരെ അമ്പലത്തിലേക്ക് ആകർഷിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ പറയും എനിക്ക് അത്ര സുഖമുണ്ട്, ഇത് എന്നോടുള്ള വാശിയോട് പറയണതാ, അല്ലാണ്ട് നിങ്ങൾക്ക് സുഖമില്ലാതെ നിങ്ങളുടെ മനസ്സിലാവും. താപത്രയ ദുഃഖിതാത്മാ, ഒരു കാരണവശാലും സന്തോഷിക്കാൻ നമ്മളെ തന്നെ സന്തോഷിപ്പിക്കാൻ ഒരു കാരണമില്ല. കുടുംബജീവിതത്തിൽ ആയുസ്സിങ്ങനെ നിർവിദ്യതയെന്ന കുടുംബരാമ ഒരു മാറ്റവും എന്നതാണ് നമ്മൾ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ. ഞാനോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞു. നീ മക്കള് അവരെ ഞാൻ പുറത്തിറങ്ങില്ല, നിങ്ങളെ ഞാൻ കെട്ടിക്കും, കെട്ടിക്കും, ശാസ്ത്രീയപ്പെടും, അവരെയും കെട്ടിക്കും. അവർക്കും നല്ല പ്രാരബ്ധാക്കി കണ്ടപ്പോ സന്തോഷം. കാരണം ഞാൻ അനുഭവിച്ചത് നീയും അനുഭവിക്കുക. 1977 ആഗസ്റ്റ് 8 10 മണിക്ക് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചിട്ടില്ല. അന്ന് തന്നെ ഞാൻ പരിപാടി നടത്തുന്നതാണ്. 2021 നീ അനുഭവിക്കുന്നു. അതാണ് ഈശ്വരന്റെ ശക്തി. നോക്കിക്കോ. നിർവിദ്യതേന കുടുംബരാമ, ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യത്തിൽ മാറ്റമേ സംഭവിക്കില്ല. സ്വന്തം കുടുംബത്തിൽ ലഭിക്കുന്നവനെ ഒരു മാറ്റം ഉണ്ടാകും. സമ്പത്തിനുള്ള അത്യാർത്ഥി. എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. ഭാര്യയുടെ മുമ്പിൽ ആളാവണം, നാട്ടുകാരുടെ മുമ്പിൽ ആളാവണം, കുട്ടികളുടെ മുമ്പിൽ ആളാവണം. സമ്പാദിക്കാൻ ഏത് വഴിയും തെരഞ്ഞെടുക്കുന്നു. അശാന്തകാമ, ഒരു ശാന്തി ഇല്ലാത്ത അവസ്ഥ ആഗ്രഹിക്കുന്ന ആളായി മാറും. ശാന്തി ഇല്ലാത്ത ആളായിട്ട് മാറുന്നല്ല അതൊന്നും. അശാന്ത കാമ എന്നുവെച്ചാലോ ശാന്തി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ടി വിയിൽ കാണുന്നില്ലേ, ഈ ചർച്ചകളിലൊക്കെ അവർ പറയും കുടുംബമാകുമ്പോ കുറച്ച് വഴക്കൊക്കെ ഇല്ലാതെ എങ്ങനെയാണ്. കുറച്ച് വഴക്കൊന്നും വിചാരിച്ച കുഴപ്പമില്ല. വഴക്ക് എന്ത് വിചാരം
അപ്പുറത്തെ അവസ്ഥയെ അശാന്തിയെ ശാന്തിയായി വിചാരിക്കും. ടെൻഷൻ ആശ്രയിക്കും, എന്നിട്ട് പ്രസംഗിക്കും. ടെൻഷൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ സുഖമില്ല. ഹരതേ കുടുംബി ഇങ്ങനെ എത്ര വലിയ പ്രതിഷ്ഠനായാലും എത്ര വലിയ ആത്മജ്ഞാനിയായാലും വിവാഹശേഷം അദ്ദേഹം നാമം ജപിക്കാൻ തയ്യാറെടുക്കുന്നില്ല. അദ്ദേഹത്തിന് ഒറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധ, സമ്പത്തിൽ മാത്രം ശ്രദ്ധ, കുടുംബത്തെ പോഷിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ. ആ ഭാഗത്ത് എവിടെയാണ് ആത്മജ്ഞാനം ഉണ്ടാവുന്നത്? ഇങ്ങനെയാണ് കുട്ടികളെ ഭഗവാൻ ആശ്രയിക്കും. ഇനി ഇങ്ങനെ ഈ ആശ്രയന്മാരുമായിട്ട് കൂട്ടുകൂടി ആശ്രയഭാവത്തിൽ ജീവിക്കാതെ കുറച്ച് സാത്വിക ഭാവത്തിൽ ജീവിക്കും. കുട്ടികളെ നമ്മൾ ഒരേ ഗുരുകുലത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ്, ഇതേ ഗുരുപുത്രന്മാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ അന്തഃപുരത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ശത്രുക്കളെ ഒന്നും നിന്റെ അച്ഛൻ അടുപ്പില്ല. ഹരികഥ പറയുന്ന ആൾക്കാരെ ഒരു 700 കിലോമീറ്റർ അപ്പുറേ അടുപ്പില്ല. അതേ ഹിരണ്യേശ്വരന്റെ അന്തഃപുരത്തിൽ താമസിക്കുന്നവനാണ്. നിനക്ക് എങ്ങനെ ഈ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റി? അപ്പോഴാണ് പ്രഹ്ലാദൻ പറഞ്ഞത്, എന്റെ അമ്മ എന്നെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ അമ്മയെ തട്ടിക്കൊണ്ടുപോയി. അസുരപാലകനാണ് എന്ന പേര്. ആ തട്ടിക്കൊണ്ടുപോയ സമയത്ത് ദേവേന്ദ്രനിൽ നിന്ന് ആ നാല് മഹർഷി കയാസുരെ എന്റെ അമ്മയെ മോചിപ്പിച്ചു. അവിടെ ഇന്ന് ഗർഭിണിയായ അമ്മയുടെ മുമ്പിൽ ധാരാളം കഥകൾ പാടാൻ തുടങ്ങി, വിഷ്ണു കഥകൾ. അമ്മ സാധാരണ സ്ത്രീകളെ പോലെ കഥ കേൾക്കുമ്പോ ഇടയ്ക്ക് വന്നു, പ്രത്യേകിച്ചും ഗർഭക്ലേശം. ഈ കഥ കേൾക്കാൻ 99 ആൾക്കാരും അമ്മമാരാ. ആ അമ്മമാരും 98 ആൾക്കാരും കഥ വന്നു കഴിഞ്ഞാൽ സങ്കീർത്തനം. ഈ ഉറക്കം, കഥ കേൾക്കുന്ന ഉറക്കം എന്നുള്ളത് പേടിയെന്ന അത് നിർമ്മിച്ചതാണ്. കയാധുലക്കം ഈ ഹരികഥ കേൾക്കുമ്പോ ഉറങ്ങിയിരുന്നു വരും. പക്ഷേ നാല് മഹർഷി കഥ തുടർന്നുകൊണ്ടേയിരുന്നു. മാമഭ്യുദ്ദിശ്യ നിർമ്മലം, നിർമ്മലമായ ഹരികഥകൾ എന്നെ കൂടി ഉദ്ദേശിച്ചതാണ്. അതെനിക്ക് മനസ്സിലായി. എന്നെ സംബന്ധിച്ചപ്പോ സ്ത്രീത്വത്തിന്റെ ആ ഒരു തിരക്കിൽ, സ്ത്രീത്വത്തിന്റെ സ്വഭാവം അനുസരിച്ച് അമ്മ ഹരികഥയൊക്കെ മറന്നുവെങ്കിലും ഋഷി അനുഗ്രഹിക്കപ്പെട്ട ഞാൻ ഇന്നും ആ കഥകളൊക്കെ എന്റെ മുമ്പിൽ ഏറ്റവും മുന്നിൽ കണ്ട പോലെ തന്നെ ദൃശ്യമാണ് എന്ന് മനസ്സിലായി. എല്ലാ ജീവജാലങ്ങളിലും എന്റെ ഭഗവാനാണ് ജീവഭാവത്തിൽ വർദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. എല്ലാ ജീവജാലങ്ങളോടും പ്രേമത്തിൽ പെരുമാറണം എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കഥകൾ കേൾക്കാൻ കൂടുതൽ അവസരം ഉണ്ടാക്കിയ ആ കർമ്മങ്ങളെ മുഴുവൻ ഭഗവത് കഥാമയമാക്കി മാറ്റുക കുട്ടികളെ. കഥകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും കർമ്മവും കുറെയൊക്കെ ഈശ്വരാധീനം ഉള്ളതായിട്ട് മാറും. ആ ഉറക്കമൊക്കെ സന്തോഷത്തോടെ നാമം ജപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ ചിലപ്പോ ഉന്മാദാവസ്ഥയിൽ, അതായത് ഭ്രാന്ത് പിടിച്ചവനെ പോലെ ചിലപ്പോ കരയും, ചിലപ്പോ നൃത്തം വയ്ക്കും, ചിലപ്പോ ചിരിക്കും. ഭഗവത് ഭക്തന്മാരുടെ ലക്ഷണമാണ്. ഹരേ കൽപ്പതേ നാരായണ ഇത്യാത്മമതി നാമില്ലാതെ അവൻ ഉച്ചത്തിൽ നാമം ജപിക്കുന്നവനാവും. നാമം വിട്ട് നാമം ജപിക്കാനാണ് നമുക്ക് ഇന്ന് ലേശം സന്തോഷമായി. കാരണം ഇന്നലെ ദീപാരാധനയ്ക്ക് നിർത്തുമ്പോൾ വളരെ സൈലന്റ് ആയിട്ട് ആൾക്കാര്, വളരെ ശാന്തരായിട്ടുള്ള ആൾക്കാർ, ഒരു നാമം ആ മുഖത്ത് വന്നിരുന്നില്ല. ഇന്ന് ആൾക്കാർ ആരോ ചൊല്ലി കൊടുത്തപ്പോ തമ്പുരാനാണ് സന്തോഷമായി. കുറച്ച് ആൾക്കാർ കൂടെ ചൊല്ലിയിരുന്നു. കാരണം ഈ നാമജപം എന്നുള്ളത് ശീലമായില്ലെങ്കിൽ പിന്നീട് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. ഇത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാമം വിട്ട് നാമം ജപിക്കും. ഇപ്പൊ നമുക്ക് നാമം വേണോ നാണം വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ തിരഞ്ഞെടുക്കുക?
വിശ്വസിച്ചു. നാമം വേണോ നാമം വേണോ എന്ന് ചോദിച്ചാൽ ഇത് പറയും നാമം വേണ്ട എന്ന്. ജപിക്കാറില്ല നാമം ഉണ്ടാകുന്നത്. നിങ്ങൾ ആരായിട്ടുണ്ട്? പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ട്, ഇനി ഹോം മിനിസ്റ്റർ ആയിട്ടുണ്ട്, സിനിമ ആക്ടർ ആയിട്ടുണ്ട്, സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട്, ഇനി നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, നാമം നാമില്ലാതെ ലഭിക്കുമ്പോഴേ അനുഭവമാവുന്നു. നിങ്ങൾ മക്കളെ പേരെടുത്ത് വിളിക്കാൻ പഠിക്കാറുണ്ടാവും. വിളിക്കാറില്ലേ? ഒരു വിഷമമില്ല, നാമല്ല. ആ ഒറ്റ ഭാവത്തിൽ നിങ്ങൾ ഭഗവാനെ വിളിച്ചാൽ മകനെ വിളിക്കുന്നത് പോലെ നാരായണ ഹരേ ജഗത്പദേ ഇത്യാത്മമതിഹി തമയില്ലാതെ നാമില്ലാതെ നാം പോകുന്ന അവസ്ഥയിൽ നാം ജപിക്കുക. അപ്പോ എന്ത് സംഭവിക്കുന്നത്? കുട്ടികളെ പരസ്യമായിട്ട് നാം ജപിക്കുന്ന ഭാര്യയെ എനിക്ക് വേണ്ടാന്ന് പറയും ഭർത്താവ്, പരസ്യമായിട്ട് നാം ജപിക്കുന്ന ഭർത്താവിനെ എനിക്ക് വേണ്ടാന്ന് പറയും ഭാര്യ, പരസ്യമായിട്ട് നാം ജപിക്കുന്ന അച്ഛന്മാരെ എനിക്ക് വേണ്ടാന്ന് പറയും മക്കള്, പരസ്യമായിട്ട് നാം ജപിക്കുന്ന മക്കളെ എനിക്ക് വേണ്ടാന്ന് പറയും അച്ഛന്മാര്. ഇതൊരു ഭാഗ്യമാണ്. നമുക്ക് ഈ ബന്ധങ്ങളൊക്കെ ഭഗവാനിൽ നിന്ന് അകലാനുള്ള കാരണം അത് ആരായും ചെയ്യും. പക്ഷേ ബന്ധങ്ങളില്ലാതെ വിചാരിക്കും നമ്മൾ ഭഗവാനോട് കൂടുതൽ ചെയ്യുന്നത്. അതാണ് പ്രഹ്ലാദൻ പറഞ്ഞ ലോജിക്ക്. അങ്ങനെ നാമം ജപിച്ച് സകല ബന്ധങ്ങളും ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ അനായാസേന ഇതാരാ? അസുരന്മാരാവാം, യക്ഷന്മാരാവാം, രാക്ഷസന്മാരാവാം, സ്ത്രീകളാവാം, ശൂദ്രന്മാരാവാം, പശുവിനെ വയ്ക്കുന്നവരാവാം, പക്ഷികളാവാം, സാധുക്കളാവാം, പാപികളാവാം, ആരായും ചെയ്യും. നാം ആലോചിച്ചിരിക്കുന്നുവോ സന്ധിഹി അച്യുതാംഗതാ, അച്യുത ഭാവത്തിലേക്ക്, വീഴ്ചയില്ലാത്ത ഭാവത്തിലേക്ക്, ഭഗവത് ഭാവത്തിലേക്ക് അവരെത്തിച്ചേരും. അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ഭഗവാൻ ചെയ്യും. സർവഭൂതാത്മനീശ്വരെ. പക്ഷേ ഭഗവാൻ എന്തും സഹിക്കും. അൺലെസ് നിങ്ങൾക്ക് ഭക്തിയുള്ള കാലത്തോളം ഭഗവാൻ എന്തും സഹിക്കും. ഭക്തിയില്ലെങ്കിൽ ഒന്നും ഭഗവാൻ സ്ഥിരമായിട്ട് നമുക്ക് തരില്ല. ധനം ഉണ്ടായതിന്റെ പേരിൽ നിങ്ങൾക്ക് ഈശ്വരവിശ്വാസമില്ലാതെ കഴിഞ്ഞാൽ ധനം ഭഗവാൻ ഉപകരിക്കും. സൗന്ദര്യത്തിന്റെ പേരിലാണെങ്കിൽ സൗന്ദര്യം ഭഗവാൻ ഇല്ലാതെയാക്കും. കുലത്തിന്റെ പേരിലാണെങ്കിൽ കുലമഹിമ ഭഗവാൻ ഇല്ലാതെയാക്കും. ഭക്തിയുള്ള കൂട്ടത്തിലാണ് മഹാബലിയെ പോലെ. മഹാബലിയ പ്രഹ്ലാദനീയ നല്ല ധനാഢ്യത ഉള്ള ആൾക്കാരായിരുന്നു. അവര് ഭക്തിയോട് കൂടിയാണ് അതിനെയെല്ലാം ഉപയോഗിച്ചത്. ഏകാന്ത ഭക്തി ഗോവിന്ദേ സർവത്ര തദീക്ഷണം. അസുരന്മാരോടും യക്ഷന്മാരോടും മൃഗങ്ങളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും എല്ലാവരോടും സമഭാവത്തിൽ അദ്ദേഹത്തിനെ കാണുന്ന കാഴ്ചപ്പാടിലൂടെ തന്നെ അവരെ ഓരോരുത്തരെയും കണ്ടാൽ അതിനാണ് ഏകാന്ത ഭക്തി എന്ന് പറയുക. ആ ഭക്തിയാണ് കുട്ടികളെ നമ്മൾ ശീലിക്കുന്നത്. ആ ഭക്തി ഉണ്ടാവാൻ നമുക്ക് ഒരുമിച്ച് നാമം ജപിക്കാം എന്ന് നാമകോലാഹലത്തിലേക്കാണ് പിന്നീട് ആ രംഗം മാറിയത്. നിമിഷനേരം കൊണ്ട് കോടിക്കണക്കിന് വരുന്ന അസുഖന്മാരെല്ലാവരും എഴുന്നേറ്റ് നിന്നു. നാരായണ എന്നൊക്കെ പാടാൻ തുടങ്ങിയപ്പോ ചില ആൾക്കാരെ ചില ആൾക്കാർ വന്നു ക്ലാസിക്കല് അത്ര വശയ്ക്ക കുറച്ച് ഫാസ്റ്റ് നമ്പറിലൊക്കെ പ്രയോഗിച്ചാൽ നമുക്ക് നാമം ജപിക്കാനും ഉത്സാഹമുണ്ടാവും. കല്ലു വേണോ നീല നീളം പോലും നല്ല കല്ലു വേണോ നല്ല കല്ലു വേണം നാരായണ 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 രാധാ ഗോവിന്ദ മണി വന്നം പൂണ്ടു ലക്ഷ്മീവർദ്ധീരായി സാന്ദ്രമോടും വീളന്നുമ കല്ലു വേണമോ
നാരായണ നാരായണ നാരായണ. സർവേശ്വത്വാദനുമർണിതം ജയുഹം നിരാദ്യത്വാൽ നൈവശിക്ഷണം. ധർമ്മപുത്ര, ഒരു ഗുരുനാഥനും ശിക്ഷിപ്പിക്കാത്ത പ്രഹ്ലാദൻ എന്ന ഗുരുനാഥൻ ഉച്ചത്തിൽ നാമം ജപിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നിഷ്കളങ്ക ബാലന്മാരായ അസുരന്മാരുടെ കണത്തിൽ നിന്ന് ആ നാമം അങ്ങോട്ട് ബഹിർഗമിക്കാൻ തുടങ്ങി. കോടിക്കണക്കിന് വരുന്ന അസുരബാലന്മാരുടെ ഉച്ചത്തിൽ നിന്ന് നാമജപമാണ് തൊട്ടടുത്ത കൊട്ടാരത്തിൽ ഇരിക്കുന്ന തനയാനയം തനയാനയം ദുസ്സഹം. ഇവനെ കൊണ്ട് സ്വയം എന്നാണ് ഹിരണ്യകശിപു വിചാരിച്ചത്. അവൻ നേരെയാവട്ടെ വിചാരിച്ചതാണ് ഗുരുകുലത്തിൽ കെട്ടിക്കണം. ഇപ്പൊ അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഭക്ഷണവൻ ഇത്ര ഇഷ്ടപ്പെടാത്ത ഒരു ശബ്ദം ഹരിശബ്ദം പോലെ ഹിരണ്യകശിപുവിന് മറ്റൊരു ശബ്ദമില്ല. കോപത്തിന്റെ ആവേശം കാരണം വിറച്ചു വിറച്ചാണ് ശരീരം നിൽക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ബ്ലഡ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ആ യന്ത്രം പൊട്ടിത്തകരും. അത്ര ബ്ലഡ് പ്രഷറിലേക്കുന്ന ദുസ്സഹം തന്നെയാണ് വിറച്ചു നിൽക്കുന്ന അദ്ദേഹം. ഇന്ന് ഞാൻ അവനെ കൊല്ലും എന്ന് തീരുമാനിച്ചിരിക്കും. ദേഷ്യമെന്ന് കണ്ണുവിട്ട് വിളിക്കുമ്പോ നമ്മുടെ കൃഷ്ണമണികൾ ഒരേ പൊസിഷനിലായിരിക്കും. തിരശ്ചീനേന ചക്ഷുഷ, തിരശ്ചീനമായ നോട്ടം കൊണ്ട് ആ വാക്കുകളെ കൊണ്ട്, പരുഷമായ വാക്കുകളെ കൊണ്ട് പ്രഹ്ലാദനെ അധിക്ഷേപിച്ച് പ്രഹ്ലാദനെ ചീത്ത പറഞ്ഞു വശം ചോദിച്ചു, എടാ 7 ക്രുദ്ധസ്യ കമ്പത്തെ നീ പറയുന്ന ഈശ്വരന്മാരടക്കമുള്ള എല്ലാവരും ഓരോ പ്രാണികളും ഈ ഹിരണ്യകശിപുവിന്റെ മൃഗക്കൊടി പറഞ്ഞാൽ കിഴിഞ്ഞു ഇറക്കില്ലെങ്കിൽ ശാസ്ത്രം ബലോത്തക എന്നെ വിട്ടി. എന്റെ ഈ ശാസ്ത്രത്തിന് അപ്പുറം നിന്റെ ശക്തി, നിന്റെ ധൈര്യമുണ്ടെന്ന് നീ നാട്ടി. എനിക്കറിയാം ഏത് മരമാണ് അത്. എന്നെ അതിജയിക്കാൻ, എന്റെ വാക്കിനെ അതിജയിക്കാൻ, ഓവർകം ചെയ്യാൻ, ഓവർടേക്ക് ചെയ്യാൻ നിനക്കുള്ള ശക്തി ആരാണെന്ന് എനിക്ക് പറയണം. ആ ശക്തി ഞാൻ ഇല്ലാതാക്കി തീർക്കുന്നത് നിന്റെ കൺമുന്നിൽ നിനക്ക് ഞാൻ കാണിച്ചു തരും. പ്രഹ്ലാദൻ കോളായി കൈ കൂപ്പാൻ പറ്റില്ല, കാരണം കൈ കെട്ടിയിട്ടില്ല. ചിരിച്ചോണ്ട് പോകുന്നു. അച്ഛാ, എന്തിനാണ് എന്തിനാണ് ശബ്ദം നൽകുന്നത്? എനിക്ക് മാത്രല്ല, അമ്മയ്ക്ക് ഇങ്ങനെ ആക്രോശിക്കാനും എനിക്ക് നാമം ജപിക്കാനും ശക്തി കണ്ടല്ല, ഒന്ന് തന്നെ. ഏത് ശക്തികളാണോ ബ്രഹ്മാലോകന്മാരെ അടക്കം എല്ലാവരും വിധേയന്മാരായി വർദ്ധിക്കുന്നത്, ആ ശക്തി തന്നെയാണ് എനിക്ക് നാമം ജപിക്കാനുള്ള ശക്തി. അത് മനസ്സിലാവുന്നെങ്കിൽ അച്ഛൻ ആശ്രഭാവത്തെ ഒഴിവാക്കണം. ആ ആശ്രഭാവം എന്ന ചെവി കാരണം അച്ഛൻ ഭഗവാനെ കാണാനില്ല. എന്തുകൊണ്ട് ആ ശക്തിയെ വിളിക്കാം? ഈശ്വരൻ, കാലം, ഉരുക്രമൻ, ഓജസ്, സത്വരേന്ദ്രിയാത്മ. ഒരു കാര്യം എനിക്ക് ഉറപ്പുവരുത്തി വെച്ചാൽ ആ പരമായിട്ടുള്ള ശക്തിയാണ് തന്റെ ശക്തികളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത്. അതെനിക്ക് ഓർക്കണം. മാത്രം എന്നെ മുമ്പിൽ നോക്കി കത്തിക്കുന്നില്ല, എന്നെ മുമ്പിൽ ജനിപ്പിക്കുന്നു. മരിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് അവസാനം നാമം ജപിക്കും. അവന്മാർക്കൊക്കെ ഞാൻ മരിക്കുന്നുണ്ട് എന്നെ ഈ വാർന്നുണ്ട്. നീയും മരിക്കാതെ ഹരിശബ്ദം കേട്ടാൽ അതിനർത്ഥം അത് മരണത്തിന് പിച്ചു കൈമറയാണെന്നാണ്. മറ്റുകാമോസി നീയും മരിക്കാൻ ആഗ്രഹമുള്ളവനാണ് എന്നുള്ളത് ഓർപ്പിച്ചു കഴിഞ്ഞോ? എന്റെ മുമ്പിൽ ജനിപ്പിക്കുന്നു. എനിക്കറിയാം അങ്ങനെ എല്ലാ വ്യക്തിയും ഉണ്ട് ഈ ശക്തി എന്ന് നീ പറഞ്ഞു. സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും രക്ഷിക്കുന്നതും ആ ശക്തിയാണെന്ന് നീ പറഞ്ഞാൽ ആ ശക്തി
ഈ തൂണിലുണ്ടോ? സ്തംഭേ ദൃശ്യതേ കസ്മാൻ, ഈ തൂണിലാണ്. എനിക്ക് കാണാലോ. തിരികെ നോക്കാതെ പറഞ്ഞു, അച്ഛാ ദൃശ്യത എനിക്ക് കാണാലോ. ഏവം സുതം മഹാഭാഗവതം മഹാസുര കഠോരമായ ആ ഉറ്റിക്കൊണ്ട് സിംഹാസനത്തിൽ ചാടി പ്രഹ്ലാദന്റെ പെരുന്നുള്ള തൂണിൽ ആദ്യം ഒറ്റയടിയാണ് ഖഡ്ഗം പിടിച്ച ആ കൈകളെ കൊണ്ട് എങ്ങനെ നടുവിലല്ലേ എഴുതുന്നത്? തൂണ് പകുതിയായിട്ട് രണ്ടായിരം വരുന്നു. രണ്ടു വശത്തും 4 ചന്ദ്രന്മാർ ഉദിച്ചതുപോലെയുള്ള നക്ഷത്രങ്ങളെ കണ്ടു. അതിനുശേഷം 5ാമത്തെ ചന്ദ്രന്മാരായിട്ട് തള്ളവിരലിനെ കണ്ടു. ആ 2 വശത്തേക്ക് പിഴുതു മാറ്റിയ ഭഗവാൻ പിളർന്നു വയ്യേ കണ്ടു. ഭഗവാന്റെ സദാ നമുക്ക് കൊച്ചു നോക്കുമ്പോൾ ആകാശത്തേക്ക് പാൽ പറഞ്ഞത് ആ സൂര്യപ്രഭയാൽ വെട്ടി തുടങ്ങിയാണ് ഇതിന്റെ സദാ നമുക്ക് കൊച്ചു നോക്കണം. പർവ്വതകാരന്മാർക്ക് മാറി മുഖം, അതിൽ ഗുഹാകാരന്മാർക്ക് നാസിക, അതിനുള്ള വാങ്ങിയ പോലും മോഹിക്കുന്ന മഞ്ഞ പല്ലികൾ 2 വൈകി. അതിന് ആ മീശങ്ങനെ വിളർന്ന് താടിങ്ങനെ നീണ്ട അവസാനം കുറിയ കഴുത്തും കുറ്റി ചെവിയും അവസാനം 2 വശത്തും ധാരാളം തൃക്കൈകളും ആ തൃക്കൈകളിലൊക്കെ ഓരോരോ ആയുധങ്ങളും 2ആം കൈകളിൽ മാത്രം ആയുധമില്ലാതെയും വിരിഞ്ഞ മാറുകളും ഒറ്റയും പീതാംബരവും എല്ലാം അങ്ങനെ മൃഗോ പിണരോ വിചിത്രമഹോ കേന്ദ്രങ്ങളോ ഒന്നെങ്കിൽ നോക്കിയപ്പോ ഒരു സിംഹാകാരൻ സിംഹഗർജനം, അതിലേക്ക് നോക്കിയപ്പോ മനുഷ്യൻ, ഇത് അതിലേക്ക് നോക്കിയപ്പോ ഇത് ഏറ്റവും വിചിത്രമായിട്ടുള്ള രൂപമെന്ന് പക്ഷെ പരിഹാരമുണ്ടായില്ല. അവസാന തട്ടാൻ വേണ്ടി ഭഗവാൻ തൃക്കാലങ്ങൾ ഉയർത്തിയതും ആ വിഷ്ണുവിലെ മലയാളത്തിൽ മുഴുവൻ മനസ്സിലാക്കിയ ഭക്തനായിട്ടുള്ള ഹിരണ്യശിവു ഇത് വിഷ്ണു തന്നെ എന്ന് പറഞ്ഞ് പാറ്റ തീയിലേക്ക് ചാടുന്നത് പോലെ ഇങ്ങനെ ചാടി ഭഗവാൻ കുറച്ച് നേരത്തെ പിടിച്ചു. കുഞ്ചന എന്ന നാനയുടെ സ്വരൂപത്തിലെ ഹിരണ്യശിവു സിംഹത്തിന്റെ സ്വരൂപത്തിലുള്ള ഭഗവാനാൽ ലഭിക്കപ്പെട്ടു. ഗംഭീര യുദ്ധം കുട്ടികളെയോടെ ഉച്ചയ്ക്ക് അവതരിച്ച ഭഗവാൻ സന്ധ്യാസമയം വരെ പല ആയുധങ്ങളെ കൊണ്ട് ഹിരണ്യശിവനുമായിട്ടുള്ള ഏറ്റുമുട്ടിയ അവസാനം സന്ധ്യാവുമ്പോഴേക്കും കിടച്ചു. ഉമ്മറപ്പടിയിരുന്നു, അകത്തല്ല പുറത്തല്ല. ഹിരണ്യശിവനെ വിളിച്ചു കൊണ്ടുവാ, നമുക്ക് പോവാം, വരാൻ വരില്ല വരെ പറഞ്ഞത്. പിടിച്ചാൽ കിടത്തിയ കഴിച്ചു പിടിച്ചാൽ കിടത്തിയപ്പോ കൊന്നപ്പോൾ കാഴ്ചക്കാരികൾ മറ്റൊരു കൈ വെച്ചു. ആ ശരീരം ആ നഖം വന്നു. കണ്ടിട്ട് എന്റെ ഭക്തന് ഞാൻ കൊടുക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരേ ഒരു അനുഗ്രഹം ഇത് കണ്ടോ നിങ്ങളെന്ന ഭാവത്തിൽ നിനക്ക് സന്തോഷമായി ഉച്ചക്കെത്തോളം ഞങ്ങൾ അല്ലാതെ ഇതിൽ ഏത് ശബ്ദമാണ് ആൾക്കാർക്ക് സംശയമായി? ആ ഞാനും കേറുന്ന ശബ്ദമാണോ, ഹിരണ്യശിവന്റെ നിലവിളിയാണോ, പച്ചയിങ്ങനെ സിംഹം രക്തം കുടിക്കുന്ന ശബ്ദം, അതുപോലെ മാംസം കടിച്ചു തിന്നുന്ന ശബ്ദം കിലോമീറ്ററുകളോളം കേൾക്കാന്നാണ് പറയുന്നത്. അസുരന്മാർ ചിലരൊക്കെ ആക്രമിക്കാൻ വന്നു, ചിലരെ കടിച്ച്, ചിലരെ മാന്തി, ചിലരെ ചവിട്ടി തെറിപ്പിച്ചു ഭഗവാൻ ആ സിംഹപരാക്രമത്തിൽ ദേവേന്ദ്രൻ മഹാത്മത്തിലാവാനും ആ കാര്യമായിട്ടുള്ള ശരീരത്തിന് ഉള്ളിൽ വന്നു നോക്കിയപ്പോഴാണ് ഒരു താമര കിട്ടിയത്. ഹൃദയമാകുന്ന താമര കടിച്ചിങ്ങനെ ചവച്ചു. ആ ചണ്ടിയായിട്ടുള്ള ശരീരം വലിച്ചിട്ട് അതിന്റെ കഴിയുമ്പോഴാണ് കഴിഞ്ഞു. അങ്ങനെ ഭഗവാൻ ആ ഹൃദയ താമര പിടിച്ചോണ്ടിങ്ങനെ പ്രഹ്ലാദനെ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ പിടികിട്ടുന്നില്ല. ഇത് ഏതായി സത്വം, ഇത് ഏതായി സംഭവം, ഇത് ഏതായി കാണിച്ചത്? അവസാനം ഈ പ്രഹ്ലാദനെ കെട്ടിയ പ്രഹ്ലാദനെ കെട്ടഴിച്ചു. പ്രഹ്ലാദനെ നമസ്കരിച്ചവർ അട്ടഹാസമുണ്ടായി. ആരാ എന്റെ കാലേ ഇപ്പൊ വിടാൻ എന്ന ഭാവത്തിൽ ആനനെ സ്വപ്ന എന്നുള്ള ഭാവത്തിൽ അട്ടഹസിച്ചപ്പോൾ പ്രഹ്ലാദന്റെ തണുത്ത കൈകൾ അതാണെന്ന് മനസ്സിലായിരുന്നു. ഈ പരിപാലിക്കുന്ന ആ കണ്ണുകളിൽ നിന്ന് നിമിഷനേരം കൊണ്ട് അമൃതധാര അരെ വാ ഭഗവാൻ രോമാഞ്ചം കൊണ്ട് പ്രഹ്ലാദനെടുത്ത് മടിയിൽ വയ്ക്കുന്നവരെ ആണ് നമ്മളെല്ലാവരും ആഘോഷിക്കാറുള്ള സിംഹാവതാരം. നമ്മൾ ഇന്ന് ഇക്കൊല്ലവും ഭഗവത്സരിയിൽ സമർപ്പിക്കുന്നത്. അവിടെ ഇരിക്കുന്നവരൊക്കെ എന്നിട്ട് വേദികൾ മുമ്പിലേക്ക് വരാം. എല്ലാവരും കുറച്ച് കയറി ദൂരെ പോയി കാണാം.